ആരാധന. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പ്രത്യക്ഷപ്പെട്ട എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും സ്പർശിക്കുന്ന നന്ദി പറയുന്നു. സന്ദർശിക്കുന്ന നന്ദി പറയുന്നു. ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സമർപ്പിച്ചിട്ടുള്ള തവണകൾ പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങളുടെ ഓൺലൈൻ ആയിരുന്നുകൊണ്ട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കൃപ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആരാധനയിലെ
എൻ്റെ കൈകൊണ്ട് എൻ്റെ കൈകൊണ്ട് അങ്ങയെ തൊടാൻ എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങയെ അനുഭവിക്കുവാൻ എൻ്റെ അന്തരംഗങ്ങളെ ആശീർവദിക്കണമേ അഭിഷേകം ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. ആമേൻ. സർവശ്രേഷ്ഠ കൃപാസന ഉടമ്പടി ആരാധനയുടെ ഒരു പ്രത്യേകത സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതായത് ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയാലും അതുപോലെ തന്നെ പഴയ ആരാധനകൾ എടുത്തു കൂടിയാലും ഒക്കെ അതിലൂടെ ദൈവം നമ്മോട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ തേടുന്നവർക്ക് ദൈവം എക്കാലങ്ങളിലും സമീപസ്ഥനാണ്. സങ്കീർത്തകൻ്റെ ആഴമായ ദൈവാനുഭവമാണ്. ആത്മാർത്ഥതയോടെ ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തെ തേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ തേടുന്നതെങ്കിൽ ഏത് മീൻസിലൂടെയും ഏത് മാർഗത്തിലൂടെയും ദൈവത്തെ നമുക്ക് സമീപസ്ഥനാണ്, ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കണ്ണൂർ സഹോദരിയുടെ സാക്ഷ്യം ബിന്ദു ആൻഡു, അവരുടെ ഒരു സാക്ഷ്യം ഒരു പ്രത്യേക സാക്ഷ്യമാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ അവരുടെ പ്രശ്നം ആദ്യം പറയാം. അവർ ഉടമ്പടി ചെയ്യാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതായത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ചിലപ്പോൾ അത് ബാധകമാകും. അവർക്ക് ഉള്ളൊരു വിഷയം ജപ്തിയാണ്. ഇപ്പം മാർച്ച് മാസം കഴിഞ്ഞില്ലേ ഇപ്പോൾ അല്ലേ? മാർച്ച് മാസം എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർക്ക് ജപ്തി പേപ്പറല്ല വന്നത്, ജപ്തിയാണ് വന്നത്. കൃപാസനത്തിൽ ജപ്തി വന്ന അയാൾ അന്ന് തന്നെ കാണും, പിന്നെ അയാളെ മാറ്റി വെക്കത്തില്ല. അടിയന്തര വിഷയങ്ങളെല്ലാം കാണും. നിങ്ങൾ ഉടമ്പടി ഒന്ന് പുതുക്കി കറക്റ്റായിട്ട് നിന്നാൽ മതി. ഉടമ്പടി ബേസ്ഡായിട്ട് നിങ്ങൾ സിൻസിയറാണെന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തോന്നിയാൽ നിങ്ങളുടെ ഏത് വിഷയവും ഏത് സമയത്തും എടുക്കും. വിഷയത്തിനാണ് പ്രാധാന്യം, വ്യക്തികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാധീനവും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് ഉടമ്പടിയിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻസ് ഒന്നും സ്വീകരിക്കാത്തത്. നിങ്ങൾക്ക് വിഷയം ഓഫീസിൻ്റെ പറയുക, അത് കറക്റ്റായിട്ട് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടമ്പടി ഫിറ്റാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കാണാൻ പറയും. ഉടമ്പടി ഫിറ്റായി നിർത്തണം എപ്പോഴും. കാര്യം അങ്ങനെയാണ് ഈ ആൾക്കാർ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടണത്. സുനിൽകുമാർ, വിഴിഞ്ഞം ഫൊറോണ, ട്രിവാൻഡ്രം. അപ്പം അയാളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ബിന്ദു ആൻ്റിയുടെ പ്രശ്നം തന്നെ പോലെ തന്നെ ഈ സുനിൽകുമാറിൻ്റെ പ്രശ്നമൊക്കെ റീസെൻ്റ് ഉടമ്പടി ഇന്നലെയും മെനയുന്നതായിട്ട് പറഞ്ഞു പോയ സാക്ഷ്യങ്ങളാണിതെല്ലാം. അതായത് സുനിൽകുമാറിൻ്റെ സാക്ഷ്യം, അതായത് അയാളുടെ പ്രശ്നം പറഞ്ഞുതരാം. ഒന്ന്, പുള്ളിയുടെ വീട് ഉറഞ്ഞിട്ട് കമ്പിയെല്ലാം പുറത്ത് കാണുന്നു. വിഴിഞ്ഞം അതുപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം മേഖലയിലൊക്കെ കടലോരത്ത് താമസിക്കുമ്പോൾ അല്പം കമ്പി പുറത്ത് വന്നാൽ മതി, ഉപ്പുകാറ്റിൽ പെട്ടെന്ന് തുരുവിച്ച് അടന്നടന്ന് വീഴും. നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ വന്നത്, അദ്ദേഹം പറയണത് 12 വർഷമായി എൻ്റെ വീട് ഇങ്ങനെ ഉറഞ്ഞ് കമ്പി പുറത്ത് കാണുമ്പോൾ ഉപ്പുകാറ്റടിച്ചിട്ട് അത് തുരുമ്പിച്ചിട്ട് അത് അടന്നടന്ന് വീഴും. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 5.5 ലക്ഷം രൂപ കടമുണ്ട്. അതാണൊരു പ്രശ്നം. അപ്പോൾ വീട് ഒരു പ്രശ്നം, പിന്നെ എന്താണ്, കടം വേറെ പ്രശ്നം. ഇനി കൊറോണയാണ്, അതുകൊണ്ട് ജോലിയില്ല. ആർക്ക്? അപ്പനും ഇല്ല ജോലി, മകനെയും ജോലിയില്ല, രണ്ടുപേർക്കും ജോലി വേണം. ഇതിലാണ് വിഷയം. അപ്പോൾ ഇത് വെച്ച് അദ്ദേഹം ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ കോവിഡ് കാലമാണെങ്കിലും ഉടമ്പടി അദ്ദേഹം കൃത്യമായിട്ടാണ് ചെയ്യണത്. കാര്യം ഇതിനിടയ്ക്ക് മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നടക്കും അപ്പ എന്നുവെച്ചാൽ അവന് ഈ ഗവൺമെൻറ് ജോലി വേണം, അതാണ് പ്രശ്നം. അതേ സമയത്ത് അതുകൊണ്ട് തന്നെ അപ്പൻ പറയും, നീ ഇത് കൃത്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് കൂട്, അമ്മ ഇത് നിനക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വത്തെന്ന് പറഞ്ഞത്, ഈ സുനിൽകുമാറിൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമാണ് അയാളുടെ സ്വത്ത്. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. 5.5 ലക്ഷം രൂപ കടമുണ്ട്,
പിന്നെ നിത്യവരുമാനം, അയാൾക്ക് ഒരു കടയുണ്ട്, ആ കടയിൽ ഇരുന്നിട്ട് കച്ചവടം ശരിയാകാനില്ല, അതുകൊണ്ട് അയാൾ വേറെ പണിക്ക് കരത്തൊഴിലിന് പോയി. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ആ സമയത്ത് വൈഫ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ കുടുംബം, പക്ഷേ സകലവിധ പ്രശ്നങ്ങളൊരു കുടുംബമാണ്. പക്ഷേ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ തോന്നിയത്, സുനിൽകുമാർ ആ സാക്ഷ്യത്തിനോട്, ആ ഉടമ്പടിയോട് പക്ക പെർഫെക്റ്റായിട്ട് ഫിഡേലാണ്. പുള്ളി ഭയങ്കര ഫിഡേലാണ്. വെച്ചാൽ കൃത്യമായിട്ട് അത് ഉടമ്പടി വിഷയങ്ങൾ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുമെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉടമ്പടി ചെയ്യും. ആ സമയത്ത് ചില ആൾക്കാരുടെ പ്രത്യക്ഷ പ്രാർത്ഥനയുടെ സമയം തെറ്റിപ്പോവും, ചിലർ പത്രത്തിൻ്റെ പ്രവർത്തനം ചെയ്യാൻ വൈകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് അത് അങ്ങനെ വൈകുന്നതനുസരിച്ച് എന്താ സംഭവിച്ചത്, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഡയലൂട്ട് ഫോമിലാണ് ഇതെല്ലാം വൈകണത്. അല്ലെങ്കിൽ വൈകത്തില്ല. നമുക്ക് ചെയ്യാം, ശരിയാവുന്ന പറഞ്ഞ പത്രങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ വെക്കും, പള്ളിയിൽ പോവും. കത്തോലിക്സ് ആണെങ്കിൽ പള്ളിയിൽ പോയി കുമ്പസാരിക്കാം, അച്ഛനുണ്ടോ എന്ന് നോക്കും, അച്ഛനില്ല, തിരിച്ചു പോരും. പിന്നെ നാളെ പോകാമെന്ന്, അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ ഉടായ്പകൾ പറഞ്ഞ് പതുക്കെ ഈ സംഭവം ലാഗ് ചെയ്തുകൊണ്ടെടുക്കും. ഇത് ലാഗ് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങളുടെ വിഷയം ലാഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കണം. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വളരെ കൃത്യമായ വിശ്വാസത്തോടെ അങ്ങയോട് ചെയ്ത ഉടമ്പടി നടപ്പിൽ വരുത്താൻ ആവശ്യമായ സൂക്ഷ്മതയുള്ള വിശ്വാസത്താൽ എന്നെ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വരത്തില് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുനിൽകുമാറിൻ്റെ മകന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അദ്ദേഹത്തിന് ജോലി കിട്ടി, ഒറ്റാഴ്ചക്കുള്ളിൽ ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയെങ്കിലും അവിടെ ഒരു എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടെ എവിടെയോ പോലീസിലോ മറ്റേ CRPയിലോ അങ്ങനെ ഫോഴ്സിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജോലി കിട്ടിയ ഉടനെ എൻ്റെ എക്സർസൈസ് വന്ന് 50 കിലോ ഉള്ള ചാക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് മുതുകത്ത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇടറിപ്പോയി, ഒടിഞ്ഞുപോയി. ഇവിടെ 50 കിലോ ചാക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ പിൻകഴുത്തിൽ അസ്ഥി ഇങ്ങനെ വിട്ടുപോയി. അവിടെ ഒരു അള പോലെയായിപ്പോയി. അപ്പോൾ ചില സമയത്ത് എങ്കിലും അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാകും അപ്പാ, ഇനി എൻ്റെ ജോലി പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുനിൽകുമാർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം ആ വിട്ടുപോയ സ്ഥലത്ത് ആ ഗ്യാപ്പിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേച്ചുകൊണ്ടിരിക്കും. 2 ദിവസം 2 ആഴ്ച പ്രാർത്ഥിച്ച്. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് ആ മനുഷ്യനെ കൈകാര്യം ചെയ്യണത്. ഇത് അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമില്ല, 40 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ്റെ പക്ഷേ വിശ്വാസം കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഫെയ്ത്താണ്. അതുകൊണ്ടാണ് എൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഉടമ്പടി തൈലം ഈ മനുഷ്യൻ വിശ്വാസപ്രമാണം ചൊല്ലി ഈ പിൻകഴുത്തിലെ കുഴിയിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിച്ചിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തിനേക്കാൾ നേരത്തെ അത് നികന്നു പോകും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഉടമ്പടി ഫോളോ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ അപ്പം മരിക്കും. അപ്പോൾ ഒരു ഉടമ്പടി ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാഷ്വാലിറ്റീസ് വിശ്വാസി എങ്ങനെ കാണുന്നു, അവിശ്വാസി എങ്ങനെ കാണുന്നു, അതൊരു വിഷയമാണ്. അപ്പോൾ നിങ്ങളവർക്ക് അപ്പനെന്ന് പ്രായമുള്ള അപ്പനാണ്. പക്ഷേ അപ്പൻ മരിക്കണതിന് മുമ്പ് ഇയാളോട് ഒരു 5000 രൂപ ചോദിച്ചായിരുന്നു അപ്പൻ. അപ്പം അങ്ങനെ ചോദിക്കണ ആളല്ല. അതായത് എല്ലാം തൻ്റെ ഒരു രീതിയിൽ തന്നെ ആരുടെ മുമ്പിലും മക്കളുടെ മുമ്പിൽ പോലും കൈ നീട്ടാതെ ജീവിക്കണം എന്നുള്ള അഭിമാനമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ കൂടിയ അഭിമാനമാണെന്ന് നമുക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെ നിലപാടാണത്. അപ്പോൾ അദ്ദേഹം 5000 രൂപ കൊടുത്തു. പെങ്ങളും അപ്പന് 5000 രൂപ കൊടുത്തു. കാര്യമൊന്നുമില്ല, അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ചിലക്കൊക്കെ ഇത്തിരി കാശ് കൈ ഇരിക്കണമെന്ന് എപ്പോഴും തോന്നത്തില്ലേ? അപ്പം അങ്ങനെ തോന്നുന്നില്ല അപ്പന്മാർക്ക്, പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് തോന്നും. അപ്പം അത് അങ്ങനെ എന്തൊരു സെക്യൂരിറ്റി പ്രോബ്ലമാണ് കൊടുത്ത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു. അപ്പോൾ നമ്മൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനെ അടക്കി എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് പുള്ളി വരുമ്പോൾ അപ്പൻ്റെ പാസ്ബുക്കിൽ ഓഫീസ് എഴുതി കൊടുത്തിരിക്കുകയാണ് ബാങ്കിൽ 5.5 ലക്ഷം രൂപ എൻ്റെ മകൻ, എൻ്റെ കയ്യിൽ ആസ്തി 5 ലക്ഷം രൂപയുണ്ട്, അത് എൻ്റെ കാലത്തിന് ശേഷം എൻ്റെ മകന് കൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് കടം. അദ്ദേഹത്തിൻ്റെ കടം 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ പണം വാങ്ങിച്ചിട്ട് കുറേ സ്വർണ്ണം അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മക്കൾക്ക് രണ്ടുപേരും കൂടി എഴുതി വെച്ചിരിക്കുകയാണ്. പെങ്ങൾക്ക് കെട്ടിച്ചു വിട്ട പെങ്ങളുണ്ട്, അവക്കും ഇയാളുടെ പെൺകുഞ്ഞുങ്ങളുണ്ടാകും ചിലപ്പോൾ. അയാൾക്കും കൂടി അപ്പൻ എഴുതി വെച്ചിട്ട് അപ്പം മരിച്ചു. അപ്പോൾ അതെല്ലാം മാതാപിതാക്കന്മാരുടെയൊക്കെ എന്ത് ജസ്റ്റായിട്ടാണ് ചെയ്യണമെന്ന് അറിയാം. അവർ വളരെ കൃത്യമായിട്ടാണ് ചെയ്യണത്. ആ 5 ലക്ഷം രൂപ എടുത്ത് അയാളുടെ കടം മേടി. ഇതെല്ലാം നടക്കുന്നത് ഒരു 3 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ അതല്ല, ഒരു മകൻ്റെ അപകടം, അപ്പൻ്റെ മരിപ്പ്, ഇങ്ങനെയുള്ള കാലാവസ്ഥ ഭേദങ്ങൾ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? കാലാവസ്ഥ ഭേദമല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്നും പറഞ്ഞ് അനുഭവിക്കുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ്. അതാണല്ല പൊതുവായിട്ട് തോന്നുമ്പോഴൊക്കെ മഴ പെയ്യണത്. ഒക്കിയൊക്കെ വന്നത് അങ്ങനെയല്ലേ. ഭൂമി ചൂട് പിടിക്കുന്ന കൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ ഭേദങ്ങൾ വരും. അതുകൊണ്ട് തോന്നുമ്പോൾ കടൽ കയറും, തോന്നുമ്പോൾ പ്രളയം ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് ഒരു സെക്യൂരിറ്റി പോകുന്ന അവസ്ഥ. സെക്യൂരിറ്റി പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഇതുപോലെ ജീവിതത്തിലും ഉണ്ടാവും. കൃപാസനം മാതാവ് കാലാവസ്ഥ ഭേദത്തിൻ്റെ മാതാവാണ്. അതിപ്പോൾ നിങ്ങളറിയാം, കാലാവസ്ഥ ഭേദം, ക്ലൈമറ്റ് ചേഞ്ച്, ലൈഫിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എന്തുകൊണ്ടാണ് കാലാവസ്ഥ ഭേദത്തിൻ്റെ മാതാവാണെന്ന് പറയാൻ കാരണം, 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ തന്നെ. ഞാൻ അന്ന് ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അന്ന് കർത്താവ് എൻ്റെ കൂടെ മുമ്പിലിരിക്കുന്നുണ്ട്. ആരാധന നടക്കുന്ന സമയമാണ്. ഇതുപോലെ ഇത്രയും ആളൊന്നും ഇല്ലായിരുന്നു അന്ന്. 12,000 ആളെ ഹോളേ ഉള്ളൂ നമ്മൾക്ക്. ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊന്നും സിറ്റുവേഷൻ പിന്നീട് വന്നതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുകയായിരുന്നു, വേറെ ആൾക്കാർ. അവർ നമുക്ക് വിലക്ക് തന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയത്. അപ്പോഴേ ഇത് ഈ ഹോളിൽ നടക്കുന്ന സമയത്ത് അതേ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കണം. നെഞ്ചത്തൊരു ക്ലോക്കിരിക്കുന്ന 10 സൂചി കാണിക്കണം, എന്തോ അപകടം ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓൺ ദി സ്പോട്ടിൻ്റെ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അന്ന് കണ്ട മാതാവ് എന്താ? സിൽവർ ഗ്രേയിലെ മാതാവാണ്. കലുഷിതമായ മേഘവിധാനത്തിൽ നിൽക്കണം. ഈ അമ്മയുടെ കളർ കണ്ടില്ലേ? സിൽവർ ഗ്രേ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ സുനാമി അമ്മ ദുരന്തമുണ്ടാകണമെന്ന് അമ്മ പറഞ്ഞതിന് അത് അമ്മ ഡിസംബർ 7-ാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് മെസ്സേജ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ ഡിസംബർ 26 ആയപ്പോഴാണ് സുനാമി വരുന്നത്. സുനാമിയുടെ 2ാമത്തെ തിരയും കഴിഞ്ഞിട്ട് 3ാമത്തെ തിരയ്ക്ക് ഞാൻ കടലറ്റത്ത് നിൽക്കുന്നുണ്ട്. പട്ടാകാലമ്പോൾ ആളാണ്. ഒത്തിരി ആൾക്കാർ വീട്, സ്ഥലം, കോഴി, പശുവിനെയൊക്കെ എടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ ഓടുന്നുണ്ട്. ഈ ജനം നാട് വിട്ട് പോകുന്നൊരു കാഴ്ച കാണുന്നത് ഭയങ്കര ആദ്യമായിട്ട് നമുക്ക് കാണുന്നത്. യുദ്ധം ഉണ്ടാകുന്നതിനേക്കാളും യുദ്ധം ഉണ്ടായ എവിടെയെങ്കിലും എടുത്ത് മിസൈൽ വീഴുമെന്നല്ലേ ഉള്ളൂ. കടൽ കയറണം അങ്ങനെയല്ലല്ലേ, മൊത്തം അങ്ങോട്ട് കയറുകയല്ലേ, എല്ലാ ജില്ല ബേസ് കയറിപ്പോവുകയല്ലേ. അപ്പോൾ ഈ മൊത്തം ഈ തീരദേശം ഇങ്ങനെ ജീവനും കൊണ്ട് ഓടുന്നൊരു കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ ഓടാനൊന്നും പോയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അത് ആ അനുഭവ സാക്ഷി ഇടയ്ക്ക് പറയാറുണ്ട്. പോകാതെ കന്യാസ്ത്രീമാരവിടെ ഈ 10,000-2,000 ആൾക്കാരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ മദർ തെരേസയുടെ കുറച്ച് കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. എൻ്റെ മഠത്തിൽ നിന്ന് വന്നവരായിരുന്നു.
അപ്പോൾ അവർ വന്നപ്പോൾ അവരോട് പരിചയം ഉണ്ടായ കാരണം ഞാൻ അവരോട് പറഞ്ഞൊക്കെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ മൂന്നാമത്തെ ഇത് സാധനം വന്ന് കയറിയ വീടെല്ലാം നാട്ടുകാരെല്ലാം ഒഴുകിപ്പോയി മരിച്ചു പോകും. കാണത്തുകൂടിയില്ല, എവിടെ പോകണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ആന്ധ്രയിൽ മരിച്ചൊരു ആലപ്പുഴ അടിഞ്ഞു അന്നത്തെ കാലത്ത് ആളറിയാൻ പാടില്ലാതെ അവർക്ക് അറിയത്തില്ല, അവർ എഴുതിക്കൂട്ടിപ്പോയി. അപ്പോൾ ഇതാണ്, എന്തെങ്കിലും സംഭവിച്ച ആരുമില്ലേ, അതെപ്പോഴും നമ്മൾ ഓർത്ത് ജീവിക്കണം. നമുക്ക് ആരോ ഉണ്ട്, എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു സ്വപ്നം പോലെ ഉള്ള ഒരു സെക്യൂരിറ്റിയാണ്. ദൈവം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകള് ഞങ്ങൾക്ക് അഭിഷേകമായി ആന്തരിക ബോധ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ നിമിഷം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തില് ഞങ്ങൾക്ക് വചനം നൽകണമേ, പ്രാർത്ഥന നൽകണമേ. ഞങ്ങളുടെ നാവിനെ കർണപുടങ്ങളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലത് കരത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ സുനിൽകുമാറിന്റെ ഫെയ്ത്തിന്റെ ഘടന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛനും ഓരോ സാക്ഷ്യം, ഒരു ടൈപ്പ് സാക്ഷ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും ചിലപ്പോൾ എടുക്കുന്നത് ഉടമ്പടി കണ്ടൻറ്റുകളുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ സാധാരണ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോഴേ സുനിൽകുമാർ തൻ്റെ ജീവിത തകർച്ചയ്ക്ക് പ്രയോഗിച്ചിരിക്കുന്ന ഫെയ്ത്തിൻ്റെ ഘടന എന്താണ് ഘടന? അതായത് ഫെയ്ത്ത് തന്നെ നമുക്കറിയാമല്ലോ, വിശ്വാസം പലതരത്തിലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ മരങ്ങളില്ലേ, പലതരത്തിലില്ലേ. ഇപ്പോൾ ചിലപ്പോൾ ആഞ്ഞിലിയാണെങ്കിൽ വെള്ളം കൂടും ഇല്ലേ, ഇട്ടിക്ക് വെള്ളം ഉണ്ടാകത്തില്ല. തെങ്ങിനാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ നടുക്ക് ചോറായിരിക്കും അല്ലേ. ഇതുപോലെ വിശ്വാസവും നമ്മൾ അതിൻ്റെ പരിച്ഛേദം എടുത്തു കഴിയുമ്പോൾ ചില വിശ്വാസം പുറമേ നല്ല കാതലായിരിക്കും, പക്ഷെ അകത്ത് ചോറായിരിക്കും. അതാണ് വിഷയം വേണ്ടത്. ഇത് മുഴുവൻ കാതലായിരിക്കണം വിശ്വാസത്തിലെ. അതിന് കാഷ്വാലിറ്റി ഇടയ്ക്കൊക്കെ ഉണ്ടാവും. വിശ്വാസം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാവും. മകൻ്റെ കഴുത്തൊടിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു, പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വാസം മരിക്കണില്ല. വിശ്വാസം അതേ സ്റ്റൈലിൽ തന്നെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം ഇദ്ദേഹം തിരിച്ചറിയും. എന്താണ്? എല്ലാ തരത്തിലൂടെയും ദൈവം അദ്ദേഹത്തിനെ പരിപാലിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് മാറ്റമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ആലപ്പുഴക്കാരൻ ഒരു ജോബി ജോർജ് ഒരു സാക്ഷ്യം പറഞ്ഞ്, അപ്പോൾ ജോബി ജോർജിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘടന പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം ഒരു 6 വർഷം മുമ്പ് ഉടമ്പടിക്ക് മുമ്പ്, ഉടമ്പടി ഉണ്ടാകുന്നത് 16-ലാണ്, അതൊക്കെ മുമ്പ് അദ്ദേഹം ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലം എടുക്കണം. അപ്പോൾ അദ്ദേഹം പണ്ട് കാറ്റഗിസം ടീച്ചറൊക്കെ ആയിരുന്നു, പിന്നീട് ഗൾഫിൽ പോയി എൻജിനീയറാണ്. നമ്മുടെ ഈ സ്ഥാപനം ഈ നിത്യാരാധന ചെയ്തിരിക്കുന്ന പുള്ളി അന്ന് എൻജിനീയറിംഗ് ആയിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നീ വർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഒരു സ്ഥലമെടുക്കാൻ പോയപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഈ സ്ഥലം എടുക്കാൻ പറ്റുമോ, എനിക്കവിടെ വീട് വെക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വീട് വെക്കുന്നത് സെക്കൻഡ് കേസാണ്, നീ സ്ഥലം എടുക്കാൻ പറഞ്ഞ്. വീട് വെക്കണത് സെക്കൻഡ് കേസ്. നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് മാത്രമേ ജീവിക്കത്തുള്ളെന്ന്, ദൈവം തന്നാൽ തിന്നും അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ. ചിലരുടെയൊക്കെ ഒരു നിലപാടാണ്. വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ടൊരു നിലപാടാണ്. ദൈവം തന്നാൽ തിന്നും അല്ലെങ്കിൽ പട്ടിണി ഇരിക്കും. ചില ആൾക്കാർ ദൈവം തന്നില്ലെങ്കിൽ സത്താം വർഷപ്പോഴാണെങ്കിലും പോയി കാര്യം സഹിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അതാണ് എപ്പോഴും നിങ്ങളുടെ വിശ്വാസം അതായത് നിങ്ങളുടെ കറക്റ്റ് ആൾക്കാരാണ്, അകത്ത് ചോറാണ് എന്നൊക്കെ ദൈവം പരിശോധിക്കും. അതെപ്പോഴും ഈ പരിശോധന എപ്പോഴും പറയണത് അത്ര സുഖമുള്ള ഒരു ഫോർമാറ്റിലല്ല. ഇപ്പം അയാൾക്കിടെ കഴുത്തൊടിഞ്ഞില്ലേ അല്ലേ,
മകൻ അപ്പം മരിച്ചില്ലേ. അപ്പോൾ പരിശോധനകൾ വരണത് എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കാതലാണോ അതോ ചോറാണോ ഈ മരത്തിനെ ഉള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്? ആലപ്പുഴത്തെ ഭാഷയിൽ ഞാൻ പറയണത് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ അകത്തിരിക്കുന്ന ബലമില്ലാത്ത മൂക്കാത്ത അവസ്ഥക്കാണ് ചോറ്. ആഞ്ഞിരിക്ക് വെള്ള എന്ന് പറയും. പിന്നെ വെള്ള എന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ. ആഞ്ഞില്ല വെള്ള അച്ചക്ക് ഉച്ചൂത്തി പോകും. കുറച്ച് കഴിയുമ്പോൾ അത് ഉച്ചൂത്തി പോകും. അത് അപ്പോൾ വിശ്വാസത്തിൽ ഉച്ചകൂത്തുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ദൈവം ചെയ്യണത്, ദൈവം എപ്പോഴും ഇതിനെ ഉറപ്പിച്ചു നിർത്തി. തെങ്ങിനെ എങ്ങനെയാണ് ദൈവം ഉറപ്പിക്കണത്? ദൈവം അതിനെ ആട്ടിയാണ് ഉറപ്പിക്കണത്. കാറ്റൊക്കെ വന്ന് പിടിച്ചിട്ട് അതിങ്ങനെ ആടി ആരിൻ്റെ ഫൈബറിലല്ല നിൽക്കണത്. ഇങ്ങനെ കുറേ നാൾ ആടിക്കഴിയുമ്പോൾ മുകളിലുള്ള ഫൈബറെല്ലാം ബലമുള്ളതായി മാറും. നമ്മളതിനെ ആരെന്നാണ് വിളിക്കണത്. ദൈവം അത് കറക്റ്റ് ഫൈബറാണ്. പക്ഷേ വെറുതെ ഫൈബർ ബലം പിടിച്ചിരിക്കത്തില്ല. അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെങ്ങിൽ നിന്ന് ആടാൻ കണ്ടിട്ടില്ലേ കാറ്റൊക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ ഇതുപോലെ നമ്മുടെ വിശ്വാസവും ദൈവം ഇങ്ങനെ ഇടയ്ക്ക് ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആട്ടുന്ന കാരണം പൗത്രോസ് എന്താ പറയണത്? നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കണമെന്ന് പറയും. എപ്പോഴും ഉറപ്പിക്കണമെന്ന് പറയണത് ഒരു വളരെ അപകടകരമായ സ്ഥലത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണർവോടുകൂടി വിശ്വാസം ഏറ്റു പറയുമ്പോഴാണ് വിശ്വാസം ഉറക്കണത്. ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾക്ക് സങ്കടമായി, നിങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കി, അല്ലെങ്കിൽ കുർബാന മുടക്കി, പിന്നെ ദൈവമെന്ന് വിളിക്കുന്നത് ഞാൻ ദൈവം വിളിച്ചിട്ട് എൻ്റെ വിളിയൊന്നും കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദൈവത്തിന് സൈഡ് ലൈൻ ചെയ്യും. അപ്പോൾ അതോടുകൂടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തോക്കും. അത് നിങ്ങളുടെ ജ്ഞാനം അനുസരിച്ചിരിക്കും. പിടികിട്ടില്ലേ? ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തോക്കും. ഇപ്പോൾ അവന് വേണ്ടി ഇപ്പോൾ സുനിൽകുമാറിന് വേണ്ടി പറയാൻ വരുന്നത് എന്താണ്? എനിക്ക് ആപ്പിളൊരു മകനാണ് ഉള്ളത്, അവൻ്റെ കഴുത്തൊടിഞ്ഞല്ല എന്ന് വേണേൽ പറയാൻ വരുന്നു. പക്ഷേ അത് പറയത്തില്ല. അയാളത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റിക്കളയും. വിശ്വാസം വളരണത് ഇങ്ങനെയാണ്. വിശ്വാസം നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി എടുക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് മനസ്സിലാക്കാനും വിശ്വാസത്തില് ഉറച്ചു നിൽക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും എനിക്ക് പ്രത്യേക വരം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ജോർജിന്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ആ സാക്ഷ്യത്തിന്റെ ഘടന ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹം ഈ സ്ഥലം എടുത്തു, മെസ്സേജ് പ്രകാരം എടുത്തതാണ്, അവിടെ വീട് വെക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ സ്ഥലം എടുക്കാൻ വേണ്ടി അവിടെ അളക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ആൾക്കാർ വടിവാളം കൊണ്ട് നിൽക്കണം. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താ? മെസ്സേജ് എടുത്തതാണ് അല്ലേ, സ്ഥലം എടുക്കാൻ ഈശോ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയണത്? വടിവാളം കൊണ്ട് നിൽക്കണത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കണതും നമുക്ക് സംഭവിക്കണതും തമ്മിൽ ചില സമയത്ത് രണ്ട് കാര്യങ്ങളായിരിക്കും. അയ്യോ പാപി ആയിട്ടുള്ള വിശ്വാസക്കാരാണെങ്കിൽ അപ്പം തന്നെ വിശ്വാസത്തെ സംശയിക്കും, മെസ്സേജിനെ സംശയിക്കും, പലതരത്തിൽ സംശയിക്കും. ഈ സംശയമാണെന്ന് ചോറെന്ന് പറയുന്ന കാര്യം. ഇതിൻ്റെ അത് കാമ്പില്ലാത്ത സാധനം. വിശ്വാസത്തിൻ്റെ അകത്ത് കാമ്പില്ലാത്ത അവസ്ഥ, വെള്ളയെന്ന് പറയണത് എന്തുമാത്രം സംശയമുണ്ട്, അതാണ് വിഷയം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവ് പറഞ്ഞതല്ലേ ഈ സ്ഥലം എടുക്കാൻ. വടിവാളം കൊണ്ട് നിൽക്കണേ, തല്ലാനും ബഹളം ഉണ്ടാക്കാൻ. അവർ തമ്മിൽ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വേറെ രണ്ടാൾക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് ഇവിടെ നിന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് പറയണത്. അതാണ് വിഷയം. പക്ഷേ അയാൾ സ്ഥലമെടുത്തു. എന്താ? ഈശോ പറഞ്ഞാണ് സ്ഥലം എടുക്കാൻ. ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്ഥലമെടുത്തു. പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയി ജോലിയും കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി നഷ്ടപ്പെട്ടു. അവിടെ സ്ഥലമെടുത്തു. പക്ഷേ ഈ വടിവാളും വേല പടിയൊക്കെ ഉള്ള കാരണം അവിടെ വീട് വെച്ചില്ല. അയാൾ തിരിച്ചു വന്ന് ഇപ്പോൾ ആ സ്ഥലം രണ്ടാമത് ഉടമ്പടി പുതുക്കി. അപ്പം പിന്നെ ഉടമ്പടിയുടെ കാലമായി. ഉടമ്പടി നാട്ടിലൊക്കെ വരുമ്പോൾ ഉടമ്പടി എടുക്കും. ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അത് വെക്കണത് എടുത്ത സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ്. രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട് വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ലായിരുന്നു. അവിടെ വീട് വെച്ചുമില്ല. ഇപ്പം സ്ഥലം വിൽക്കണം.
വിൽക്കാൻ വേണ്ടി ഇദ്ദേഹം ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി പുതുക്കി വെച്ച് ഈ സ്ഥലത്തേക്ക് ചെല്ലും, സ്ഥലം വിൽക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിങ്ങൾ ചേർത്തി 6 മണിക്കാണ് ഇയാൾ ചെല്ലണത്. ആ പണ്ടത്തെ പ്രശ്നം ഉണ്ടാക്കിയ ചേർത്തി തിരിച്ചു വരും. ആ ചേട്ടനും മക്കളൊക്കെ കൊണ്ടായിരുന്ന ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ മകനില്ല, ഇപ്പം ചേർത്തി വരും. എന്താണ് അത് രാവിലെ വന്ന് നീ വയ്ക്കും വരുമ്പോൾ നീ എന്താ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പോകണം. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഈ സ്ഥലം ഇല്ലാഞ്ഞതിൻ്റെ കാരണം അവരുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ആ ലോഡ് ഒരു സാധനം ഇറക്കാൻ വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാർ വണ്ടി തിരിക്കാൻ സ്ഥലം കൊടുത്തില്ല. അപ്പോഴാരോ പറഞ്ഞ് ഈ സ്ഥലം നമ്മൾ വിലക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ നമുക്ക് നമ്മുടെ കടയിലേക്ക് സാധനം എടുക്കാൻ പറ്റുമെന്ന് നോക്കി പറഞ്ഞു. ഒരു ഇഷ്യൂ കർത്താവ് ഉണ്ടാക്കിയതാണ് ഇന്നലെ രാത്രി. ഈ സ്ഥലം അവരെടുക്കാൻ വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അത് ഇഷ്യൂ ഉണ്ടായതാണ്, ഇവന് വേണ്ടി ഉണ്ടാക്കിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് നടന്ന് മകനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ ലാഭത്തിൽ ആ സ്ഥലം അവർക്ക് കൊടുക്കാൻ പറ്റി. മനസ്സിലായേ? അപ്പോൾ എന്താ ജോബി ഇന്നലെ പറഞ്ഞ് സാക്ഷ്യത്തിൻ്റെ മെനയെന്ന് പറഞ്ഞ ഇതാണ്, എനിക്ക് വേണ്ടി കർത്താവ് ആ സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യിച്ചതാണ്. എൻ്റെ ഞാനിപ്പോൾ കുറച്ച് ജോലി നഷ്ടപ്പെട്ടൊരു കാലമാണ്. അപ്പം ഞാൻ ആ സ്ഥലം വന്നെടുക്കുക, അവിടെ വീട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് പ്രശ്നമുണ്ടാക്കി കർത്താവ് എന്നെക്കൊണ്ട് വീട് വെപ്പിച്ചില്ല. ഇന്നിപ്പോൾ പ്രശ്നമുണ്ടാക്കി എന്നെക്കൊണ്ട് സ്ഥലം വെപ്പിച്ചു. അപ്പോൾ ഈ 2 സമയത്തും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കേസ് സ്റ്റഡി നോക്കണം. അതായത് 2 സമയത്ത് വീട് വെക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവിടെ പ്രശ്നം ഉണ്ടാക്കിച്ച്. പക്ഷേ ഇപ്പോൾ എന്താണ്, സ്ഥലം വിൽക്കാൻ വേണ്ടി, സ്ഥലം അവർക്ക് കൊടുക്കാൻ വേണ്ടി വേറെ വിഷയം ഉണ്ടാക്കി. അപ്പം നമ്മൾ ഉടമ്പടിക്കാലത്ത് ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ബുദ്ധിയും ബോധമുള്ളവരായിരിക്കണം ഉടമ്പടി എടുക്കേണ്ടത്. എന്താ കാര്യം, ആർക്കും കുഴപ്പമില്ലാതെ നിങ്ങളെ ദൈവം പരിപാലിക്കും. അപ്പം ഞാൻ ജോബി ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ ജോസഫിന് ഒരു സ്വപ്നമുണ്ട്, ഫറവോയ്ക്ക് സ്വപ്നം ഉണ്ടായില്ലേ. ഫറവോയുടെ സ്വപ്നം എന്താ പറഞ്ഞത്? ഇപ്പം 41:4 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41:4 ഫറവോയുടെ സ്വപ്നമാണ്. എന്താ സ്വപ്നം എന്ന് പറയുന്നത്, ഒരു നദീതീരത്ത് കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാമത്തിൻ്റെ ഒരു കാലം, അഭിവൃദ്ധിയുടെ ഒരു കാലമാണ്. അപ്പോഴാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നത്. അതാണ് മെടുത്ത പശുക്കൾ. ഈ അഭിവൃദ്ധിയുടെ കാലം വരുമ്പോൾ നമ്മളത് ഇനി വരാൻ പോകുന്ന കാലം മെലിഞ്ഞ കാലമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. പലർക്കും ഉണ്ടാകുന്ന ഈ സാമ്പത്തിക കടങ്ങൾ ചെന്ന് വന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് അതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അഭിവൃദ്ധി വരുമ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കും. പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. കോവിഡ് നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ട് പോലും ഇല്ല. ഈ മെലിഞ്ഞ പശു വന്നിട്ട് കൊഴുത്ത പശുവിനെ മുഴുവൻ വിഴുങ്ങിയില്ലേ. നമ്മളുണ്ടാക്കി വെച്ചിരുന്നതെല്ലാം കോവിഡ് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ കച്ചവടം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും അവരുടെ ഇട്ടുകൂട്ടിൽ നിന്നാണ് അവർ ആ കാലങ്ങളിലെല്ലാം ചിലവ് തെളിഞ്ഞുകൊണ്ടിരിക്കുക. മെഴുത്ത പശുവിനെ മെലിഞ്ഞ പശു വിഴുങ്ങിക്കളയും. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് ഈ സംഭവങ്ങൾ. ഇന്നത്തെ കാലത്ത് ഈ മെലിഞ്ഞ പശു എന്ന് പറഞ്ഞാൽ കോവിഡായിരുന്നു. കോവിഡ് വന്ന് കയറിയപ്പോൾ പണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം അത് വിഴുങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ നമ്മൾക്ക് കാശില്ലാതെ വിഷമിക്കണ ഒരു സമയമാണ് വന്നത്. ഇന്നലെ ഞാനൊരു പെൺകുട്ടി അവളെ IELTS പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിനക്ക് വല്ലതും പറയാനുണ്ടാകും വെച്ചെന്ന് ചോദിച്ചു. വെച്ചാൽ എനിക്ക് എനിക്കൊരു മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടണില്ല. നിനക്ക് വല്ലതും പറയാൻ. അപ്പോൾ അവൾക്ക് IELTS അടുത്ത 9-ാം തീയതി പരീക്ഷയാണ്, അതാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു, അതല്ലല്ലോ വേറെ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശില്ലായിരുന്നു, വീട്ടിൽ വരുമാനമൊന്നുമില്ല. അവസാനം എനിക്ക് പക്ഷേ കൃപാസനത്തിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായത് കാരണം ഞാൻ ഇരുന്ന് വിഷമിച്ചപ്പോൾ എൻ്റെ ചിറ്റപ്പൻ കണ്ടിട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും വിഷമിക്കണം? അപ്പോൾ പറഞ്ഞു, ഞാൻ ആലപ്പുഴ എനിക്ക് പോയി ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിറ്റപ്പൻ എനിക്ക് 2000 രൂപ തന്നു. അപ്പോൾ അതാണ് അവൾക്ക് പറയാനുള്ളത്. അത് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കിതാണ് പറയാനുള്ളത്, IELTS അല്ല എന്നോട് പറയേണ്ടത്. നിൻ്റെ കുടുംബം പാപ്പരായ കാര്യങ്ങളാണ് പറയാനുള്ളത്.
അപ്പം നിൻ്റെ മെലിച്ചിൽ ദൈവം അറിയുന്നുണ്ട്. നിൻ്റെ മെലിച്ചിൽ ഈ മണ്ണി ചവിട്ടി കഴിയുമ്പോൾ നീ എന്തുമാത്രം മെലിഞ്ഞിരിക്കണമെന്ന് നിൻ്റെ ദൈവം അറിയും. നിൻ്റെ അമ്മ നിന്നെ സംരക്ഷിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഞെരുക്കങ്ങള് കർത്താവേ അറിയുന്നല്ലോ. ഈശോയുടെ ഇടപെടണമേ. പകർച്ച ബാധിച്ചവരെ സ്പർശിക്കണമേ കർത്താവേ. ആരെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, ആരെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. കുഞ്ഞിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. കുഞ്ഞിന് വയറിങ്ങനെ വീർത്തിരിക്കണം. പക്ഷെ വെള്ളമല്ലെന്ന് തോന്നണത്, മാംസമായിട്ട് തന്നെ വയറ് വീർത്തിരിക്കണം. ആ കുഞ്ഞിനെ കർത്താവ്, സാധാരണ അമ്മമാർ അതിനെ ഇപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. 2 ദിവസമോ 52 മാസമോ ആയിട്ട് ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമോ വ്യാപാര സ്ഥാപനമോ വരുമാന മാർഗം കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി അത് തുറക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. നമ്മളെ മുട്ടിനൊക്കെ ഇങ്ങനെ പെരുമുട്ട് പോലെ വരും. മുട്ടിന് ഇങ്ങനെ കാലുമുട്ട് കൈമുട്ട് ആ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. എന്ത് രോഗമാണ് അച്ഛൻ അറിയാൻ പാടില്ല. അങ്ങനെയുള്ള രോഗത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സ്റ്റീലിൻ്റെ ടബില്ലേ നമ്മൾ മുഖമൊക്കെ കഴുകണ, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ടബില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പാത്രം കഴുകുന്ന, ചിലയിടത്ത് സ്റ്റീലായിരിക്കും, ചിലയിടത്ത് മണ്ണായിരിക്കും. പക്ഷേ ഈ സ്റ്റീലിൻ്റെ ടബ് അത് ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലാകാം, ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാകാം. അങ്ങനെയുള്ള വ്യാപാരശാലകൾ നിന്ന് പോയതോ കടമായി പോയതോ ജപ്തി നടത്തുന്നതോ കർത്താവ് ആ മേഖലയിലേക്ക് നിങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ കച്ചവടം പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളീ കുലശ്ശേരി പോലെ എന്താ അതിന് നമ്മുടെ ആലപ്പുഴ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, തേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് കുലശ്ശേരി. അപ്പോൾ ഇതിങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിർമ്മാണ പ്രവർത്തനമാണ്. നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാകാം, വീട് വെക്കാൻ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, ചിലപ്പോൾ വീടിന് പകരം സ്ഥാപനമാകാം, എന്തുമാകട്ടെ. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരും നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൈപൊക്കുക. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവരെ, നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൈപൊക്കുക. പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീട് നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം തൊഴിലായി ചെയ്തിട്ട് ആ തൊഴിൽ നിന്ന് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ തടസ്സങ്ങളും കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്, പല മർമ്മങ്ങൾ ഇപ്പോൾ ഈശോ ഇതിലൂടെ പറയുന്നുണ്ടല്ലേ. ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലേ, ഉടമ്പടി എടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. ആ ഉടമ്പടി പക്ഷേ ആ ഇഷ്യൂസ് ഒന്ന് ഇപ്പോഴത്തെ ജോബിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? 2 സമയത്തും പ്രശ്നമാണ് അയാൾക്ക്, പക്ഷേ 2 അയാൾക്ക് നേട്ടമായി മാറി. 2 സമയത്തും പ്രശ്നമുണ്ടായി, പക്ഷേ 2 സമയത്ത് നേട്ടമായി മാറി. ഇപ്പം അപ്പൻ ആ സമയത്ത് മരിക്കേണ്ട ആളാണ്, അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അപ്പം മരിച്ചൊരു വിഷമില്ല, പ്രായമായ ആളാണ്. തന്നെയല്ല അദ്ദേഹം രോഗിയുമായിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷത്തിൽ ആ മനുഷ്യന് സന്തോഷമുണ്ട്. അവസാന കാലങ്ങളിൽ ശരിക്കും നോക്കിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും അപ്പൻ്റെ 5 ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയപ്പോൾ ആ 5 ലക്ഷം രൂപയാണ് അയാൾക്ക് കടമുണ്ടായിരുന്നത്. ആ കട അതുകൊണ്ട് തന്നെ അയാളെ ചെയ്തു. അതായത് ഉടമ്പടിക്കാലത്ത് നിങ്ങൾ എന്ത് സംഭവിച്ചാലും വിഷയത്തെ നോക്കരുത്, ദൈവത്തെ നോക്കാവൂ. ഇക്കടുത്ത പോയിൻറ്റ് പിടിയോ? ഇപ്പം നിങ്ങൾ IELTS ഫ്ലോപ്പ് ആയെന്ന് തന്നെ വിചാരിക്കുക, അല്ലേ? ഇപ്പം ചില പറയാം, അച്ഛാ 5 പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി, ഇത് 6ാമത്തതാണ്, ഇതും ഫ്ലോപ്പായാൽ എനിക്ക് കാശില്ലെന്ന് പറയും. ഇനി IELTS എഴുതാൻ കാശില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ സമയമാകുമ്പോൾ തക്ക സമയമുണ്ടല്ലോ, ഇവൾ മര്യാദക്ക് നിൽക്കുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണവർ മര്യാദക്ക് നിൽക്കാൻ പറയും. ബൈബിളിൻ്റെ ഒരു നിലപാടാണത്. ദൈവ തിരുസന്നിധി നിൽക്കുന്നവർ മര്യാദക്ക് നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
മര്യാദയ്ക്കുന്ന അർത്ഥം എന്താണ്? ബഹളം ഉണ്ടാക്കരുത്, നിരാശപ്പെടരുത്, വിഷമിക്കരുത്, ഫൈറ്റ് ചെയ്യരുത്, പിറുപിറുക്കരുത്. കുറേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ പാടാണ്. ഇത്രയും നാളെനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമുക്ക് ആരുടെ മുമ്പിലൊക്കെ നിൽക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം ചാടി കടിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു ചലനം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് എന്താ പറയണത്? 1 പത്രോസ് അല്ലേ? 1 പത്രോസ് 5:6. 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ. ഒന്ന് ഏറ്റു പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ തക്ക സമയം എന്ന് പറയുന്നത് ആരാണ്? ഉടമ്പടിയിൽ ആര് തീരുമാനിക്കും? അത് അമ്മ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നിന്ന് ആരാണ്? നിങ്ങളുടെ തക്ക സമയം ആര് തീരുമാനിക്കും? അമ്മ തീരുമാനിക്കും. അതാണ് കാനായിലെ കല്യാണം. തക്ക സമയം അമ്മ തീരുമാനിക്കും. എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ. ആ സമയം പിന്നെ തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്. അമ്മ സമയം തീരുമാനിക്കും. അമ്മയ്ക്ക് അതാണ് സമയക്കടികാരവുമായി കൃപാസന അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് തരുന്ന അനുഭവ സന്ദേശങ്ങളിൽ ഒന്നാണത്. തക്ക സമയം, നിൻ്റെ സങ്കടങ്ങൾ തീരാനുള്ള തക്ക സമയം നിൻ്റെ അമ്മ തീരുമാനിക്കുമെങ്കിൽ അതിനെ തീരുമാനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നൽകിയ ഉടമ്പടി പ്രാർത്ഥന. കൈ അടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് പറയണത്? താഴ്മയോടെ നിൽക്കണം, വിനയത്തോടെ നിൽക്കണമെന്ന്. അത് ഒന്ന് പ്രാർത്ഥിച്ച് ഭരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ, ബഹളം ഉണ്ടാക്കാതെ നിൽക്കാൻ, പെരുപെറുക്കാതെ നിൽക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോഴേ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ അബദ്ധം അതാണ്. ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ അറിയാൻ പാടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ പക്ഷേ നിങ്ങളത് പഠിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ PSC ടെസ്റ്റ് എഴുതി, 2 പേരും എഴുതാൻ പോയി. നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കാത്ത ആളിനെ PSC ടെസ്റ്റിന് കിട്ടി, നിനക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് നിനക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പിറുപിറുപ്പുണ്ടാവും. നിൽക്കാൻ അറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ, ഉടമ്പടി എടുക്കാത്തവർക്കാണല്ലോ അത് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദർശനത്തിൽ തർക്കം ഉണ്ടാവും. തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുതേ. കാര്യം എന്താണ്? ദാസൻ അഥവാ ദാസിയുടെ സ്റ്റേറ്റിലേക്ക് ആണ് നിന്നെ ഉടമ്പടി കൊണ്ടുവരണത്. അതാണ് മത്തായി സുവിശേഷം 12, 19, 20. പറഞ്ഞോളൂ. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യുകയില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരി ന്യായവിധി അറിയിക്കുകയും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല. അപ്പോൾ ഈ അയാൾ തർക്കമുണ്ടാക്കാതെ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പം തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾക്ക് വിവാഹം വെച്ചിട്ടുണ്ട്. പക്ഷേ വിവാഹം അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു മനസ്സമ്മതം വന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു. പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല. പറഞ്ഞിട്ട് പറയും ഞാനിൻ്റെ പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും. ഇതാണ് ദാർഢ്യം എന്ന് പറയണത്. ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല. അവിടെ വിനയം ഉണ്ടാകണം. ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി. ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പിടിക്കാഞ്ഞിട്ടായിരിക്കുമോ, എന്തെങ്കിലും പിടിക്കാഞ്ഞിട്ടായിരിക്കും പോയല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലെ ഉണ്ടാകും. പക്ഷെ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും ഇനി ഒരുവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല. ഇതാണ് വിഷയം. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ ഇതാണ് വിഷയം. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല, അറിയാവില്ല. അവിടുന്ന് തന്നെ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല. അപ്പോൾ ഈ വിനയായ തർക്കമുണ്ടാക്കാതെ
എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പം തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾക്ക് വിവാഹം വെച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു മനസ്സമ്മതം വന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു. പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല. പറഞ്ഞിട്ട് പറയും ഞാനിനി പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും. ഇതാണ് ദാർഢ്യം എന്ന് പറയണത്. ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല. അവിടെ വിനയം ഉണ്ടാകണം. ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി. ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പിടിക്കഴിഞ്ഞിട്ടായിരിക്കുമോ, എന്തെങ്കിലും പിടിക്കഴിഞ്ഞിട്ടായിരിക്കും പോയല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലെ ഉണ്ടാകും. പക്ഷെ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും, ഇനി ഒരുവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല. ഇതാണ് വിഷയം. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇതാണ് വിഷയം. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല, അറിയാവില്ല. അവിടുന്ന് തന്നെ, അതായത് ദൈവദൃശ്യത്തിൽ നിൽക്കാൻ അറിയത്തില്ല ഇവർക്ക്. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അവർ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യണ മുമ്പ് അവർക്ക് വരെ കുറേ പ്രോബ്ലം ഉണ്ട്. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയെ കൂടി വേണം. ആ കുട്ടിയെ പക്ഷേ അവർ കിട്ടണില്ല. 7 കൊല്ലമായി, 2 കുട്ടികളുണ്ട്, ഒരു കുട്ടിയെ കൂടി വേണം. 7 കൊല്ലമായിട്ട് ആ 3ാമത്തെ കുട്ടിയെ കിട്ടണില്ല. അവർ ഉടമ്പടി ചെയ്ത് അപ്പോൾ ഓസ്ട്രേലിയ മൈഗ്രേഷൻ കൂടി ഉടമ്പടി വിഷയമാക്കി. നമ്മൾ യൂട്യൂബിൽ സാക്ഷി ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പുള്ള സാക്ഷിയാണത്. അത് അപ്പോൾ വിഷയമായി കഴിയുമ്പോൾ അവർ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആകും. പ്രഗ്നൻ്റ് ആയ ശേഷം കുറേ പ്രഗ്നൻസി പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇവർ സാധാരണ ലേഡിയല്ല. ഭയങ്കര അവർ നിമിഷം ഓർക്കും, കർത്താവിനോട് ഇപ്പോൾ ആ സമയത്താണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിച്ചതെന്ന് ഓർക്കും. എൻ്റെ ഈ ദൈവത്തോടുള്ള ഈ പിടിവാശി കാരണം കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ, ഇത് ദൈവം ഉദ്ദേശിച്ച് കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത് പറയും, ഞാൻ ഉടമ്പടി അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് 7 കൊല്ലത്തിനുള്ളിൽ കുഞ്ഞിനെ തരേണ്ടതായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴല്ലേ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞ് ഇവിടെ സ്റ്റേണായിട്ട് നിൽക്കും അതിൻ്റെ അകത്ത്. ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ആട്ടം വന്നെങ്കിലും പിന്നെ അവർ കർത്താവിൻ്റെ കൂടെ സ്റ്റേണായിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നതാണ്, ഇനി ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം തന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, 3ാമത്തെ കുഞ്ഞിനെ എന്തിനാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അബോർഷൻ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ അതിൻ്റെ വെയർ അബൌട്ട്സിൽ ഇവരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും. പക്ഷേ ഇവർ പറയും അങ്ങനെ ചെയ്യത്തില്ല ഡോക്ടറെ, ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചാൽ കർത്താവിടേക്കെന്ന്. അപ്പോൾ കർത്താവ് നോക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ട് ഇവർക്ക് ഇന്ന് ഫെയ്ത്ത് ജനറേറ്റ് ചെയ്ത് പ്രെയർ ജനറേറ്റ് ചെയ്ത് അത് ഒരു ഭയങ്കരമായിട്ട് കാര്യം. നമ്മൾക്ക് വിശ്വാസം എന്ന് പറയണത് ഒരു ഇൻ്റലക്ച്വൽ വെഞ്ചറാണ്. അത് വിശ്വാസം ഒരു ഇമോഷണൽ വെഞ്ചറല്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയണത് ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ഇവരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി, ഉടമ്പടി ചെയ്തു, 7 കൊല്ലം കൊണ്ട് അവർക്ക് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു, പക്ഷേ മക്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്. അത് ചലഞ്ച് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. ഡോക്ടർ പറഞ്ഞത് എന്തിനാ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയല്ല ഡോക്ടർ, ഇത് ഞാൻ കർത്താവിൻ്റെ 7 കൊല്ലം എനിക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച് വാങ്ങിച്ചതാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ദൈവം തന്നെ ആയിരിക്കും. അറിയത്തില്ല. എന്താ വെച്ചാൽ ഇവർ വെച്ചിരിക്കണ ഇവർ ഓസ്ട്രേലിയയിലൊക്കെ വെച്ചിരിക്കണ മൈഗ്രേഷൻ 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടി പോകാൻ വേണ്ടി വെച്ചിരിക്കണതാണ്. അതിൻ്റെ അകത്ത് ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ എന്താ ദൈവം ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഉടമ്പടിയും ക്രൈസിസുമാണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഞാനിത് ഉദ്ദേശിച്ച് വന്നതല്ല, ഞാൻ വേറെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നതേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിഷയം ചേഞ്ച് ചെയ്ത് ഉടമ്പടിയും ക്രൈസിസും എന്നുള്ള ബന്ധമായ വിഷയമാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിലെന്താ പ്രശ്നം? ഇത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവരിതോടുകൂടി ഇവരുടെ പ്രെയർ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ലേ, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും സുനിൽകുമാറിനും പ്രോബ്ലമാണല്ലോ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ ഇവർക്കും പ്രോബ്ലമാണ്, ജോബിക്കും പ്രോബ്ലമാണല്ലോ, ഈ തൃശ്ശൂർ ലേഡി ഈ സഹോദരിക്കും പ്രോബ്ലമാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവർ ചെയ്തിരിക്കുന്നത്?
അവർ പ്രെയർ ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് തർക്കത്തിനില്ല, കാര്യം എന്താ, തർക്കത്തിനില്ല, ബഹളത്തിനില്ല. പിന്നെ എന്താണ്, അവിടുന്ന് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അഥവാ ദാസി, അതാണ് സബ്ജക്റ്റ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ 12:19 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത, ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവർ ചതഞ്ഞ ഞാങ്കണ കുടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ദാസന്റെയും ദാസിയുടെയും ഒക്കെ ഒരു നിലപാടെന്ന് പറയണത്, എന്തെങ്കിലും അത്യാഹിത ഉണ്ടായാൽ ആ കള പോട്ട എന്നും പറഞ്ഞ് അവർ ഇട്ടച്ചും പോകത്തില്ല, ചതഞ്ഞ ഞാങ്കണ ഓടിക്കത്തില്ല. ഒരു തിരി പുകഞ്ഞിരിക്കുകയാണ്, അതിനെ കെടുത്തത്തില്ല, അത് കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കും. ഇതാണ് ദാസൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാകണം ഈ വിഷയത്തിൽ. എന്തെങ്കിലും ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നിങ്ങൾ പ്രെയർ ഉടനെ ഫ്ലോപ്പാക്കരുത്. മനസ്സിലായില്ലേ? പ്രെയർ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത് പ്രാർത്ഥന 20% ഉള്ളൂ. ബാക്കിയെല്ലാം രോഗികളെ ശുശ്രൂഷിക്കുക, പത്രം വിതരണം ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ്. കർത്താവിനെ അറിയാത്ത അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ചില ആൾക്കാർ പത്രം കൊടുക്കണമെങ്കിൽ ഏപ്രിൽ 2-ാം തീയതി മേടിച്ച പത്രം കൊടുക്കണത് ഏപ്രിൽ 28-ാം തീയതിയാണ് കൊടുത്തു തീരണത്. അതൊക്കെ വെച്ചാൽ നിങ്ങളുടെ വാദപ്പനിയാണ് കാണിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വാദപ്പനി. ബുദ്ധിയും ബോധമുള്ളവർ, ഇൻ്റലക്ച്വലായിട്ടുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തീഷ്ണതയോടെ. ഇതെന്ന് വെച്ചാൽ ഏപ്രിൽ 28-ാം തീയതി വരെ എന്തുകൊണ്ടാണ് 2-ാം തീയതി പത്രം ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഇവിടെയും പോകുമ്പോൾ 2 പത്രം കൊണ്ട് പോകും. 2 പത്രം കൊണ്ടുപോയാൽ ആരും അറിയരുത്, ഞാൻ പത്രം കൊടുക്കുകയാണെന്ന് ഓർക്കരുത്. ഇങ്ങനെ അതായത് നിങ്ങളുടെ ഒരു ഈഗോ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂട്രലായിട്ട് തട്ടിപ്പ് കാണിക്കും. അതായത് പത്രം ബോൾഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. 10:32 ഇതിൻ്റെ അടിസ്ഥാന വചനമാണ്. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയണം. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ പേടിയുള്ളവരാണ് ആദ്യ ദിവസം 2 ദിവസം പത്രം കൊണ്ടേ കൊടുത്ത്, 5 ദിവസം കഴിയുമ്പോൾ 1 പത്രം കൊണ്ടേ കൊടുത്ത്, ഇങ്ങനെ എല്ലാം കൂടി നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിക്കും. കൊടുക്കണ എല്ലാം ശരിയാണ്, തെറ്റില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ചാൽ നിലപാട് തെറ്റിപ്പോയി. എന്താണ്? ആരും അറിയരുത് ഞാൻ പത്രം കൊടുക്കുകയാണെന്ന്. ഞാൻ വായിക്കാൻ വേണ്ടി പത്രം എടുത്ത് അവർക്ക് കൊടുത്തച്ച, അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ പത്രം എല്ലാം തീർന്നു. പക്ഷേ അതിൻ്റെ തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾ ആരോ ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയണത്, എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ പറയണത്. പിടിയിട്ടില്ലേ? അതാണ് 1 പത്രോസ് 5:6 എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ഈ തക്ക സമയം എന്നുള്ളത് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടി എടുക്കുമ്പോൾ സമയം ആരാ നിശ്ചയിക്കുന്നത്? അമ്മയാണ് നിശ്ചയിക്കുന്നത്. തക്ക സമയം മാത്രമല്ല, ആ വിഷയം അമ്മ തന്നെ നിശ്ചയിക്കും. ആ തൃശ്ശൂരത്തെ സഹോദരി പറഞ്ഞത്, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയൊക്കെ ഞാൻ ഉടമ്പടി വെച്ചത്, പക്ഷേ അമ്മ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ US മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷയേക്കാൾ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ആ സാക്ഷി അവസാനിക്കണത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ, നമ്മളുടെ അറിവ്, നമുക്ക് ഇപ്പോൾ ഉള്ള അറിവ്, അതിൻ്റെ പരിധിയിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത്. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയുന്നത് അറിവ് കൂടുതലാണ്. അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് 1971 അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിക്ക് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അവരൊക്കെ ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എഞ്ചിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു.
ഇതുപോലെ തന്നെ നമുക്ക് വരണത് ദൈവത്തിന് നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം. നമ്മൾ ആഗ്രഹിക്കുന്ന എഫേസ്യസിന്റെ ലേഖനമാണ്, അതായത് 3:20 എഫേസ്യസ് 3:20 വായിച്ചോളൂ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, അത് ഏറ്റു പറഞ്ഞ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? തലമുറകൾ തോറുമാണ്. നമ്മുടെ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത്. അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ദൈവ പദ്ധതിയാണ്. എഫേസ്യസ് 3:20 ഞാനൊരു വീട്ടിൽ എൻ്റെ ഒരു പ്രത്യേക കാര്യം, എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അവരിങ്ങനെ ഉടമ്പടിയൊന്നും ചെയ്യണ ആൾക്കാരല്ല. കാരണം അവരുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. എനിവേ ഞാൻ അവിടെ ചെല്ലുന്നിടത്തോളം കാലം മാതാവിനെക്കുറിച്ച് അവിടെ പറയാതെ എനിക്ക് പോരണത്, ഞാൻ മാതാവ് എൻ്റെ ജീവിക്ക് പിടിക്കുന്നത്. കാരണം ഞാനോട് പറഞ്ഞ് നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല. നമ്മളിപ്പോൾ വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് പോലെ നിന്ന് വിറക്കണ കാണാം നമ്മൾ. അതായത് ഫെയ്ത്തിൽ നിൽക്കാത്തത് കൊണ്ടാണത് ആ വിഷയം. നമുക്ക് വിശ്വാസം ഉണ്ടേ, പക്ഷേ പെട്ടെന്നൊരു ജപ്തി നടപടി വന്നാൽ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിന് താളം തെറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിന് താളം അപ്പം തെറ്റിപ്പോവും. അപ്പം നമ്മുടെ കയ്യിരിക്കണ വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡലിറ്റിയിലെ വിഷയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാറ്റഗിസം പോലും പൊളിച്ചെഴുതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗിസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫിഡലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. എനിക്കൊക്കെ വിശ്വാസം ഈ കാറ്റഗിസത്തിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അത് അയാൾക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്ത് അയാൾ പറയണത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകനും പറയണത് ഈ കാറ്റഗിസത്തിൽ അവന് വിശ്വാസമില്ലെന്നാണ്. ഞാനൊരു ദൈവം ഇത് വിളിക്കാൻ ചേർച്ച പാണ്ടായ എൻ്റെ മകനും പറഞ്ഞത് അതാണ്, നാം ആ കാറ്റഗിസത്തിൽ പോണില്ലെന്ന്. അത് കാരണം ഈ കാറ്റഗിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് തന്നെ അവനും പറയണം. ഞാൻ പറഞ്ഞത് എന്താണ്, കാറ്റഗിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ്, ഫെയ്ത്ത്, ഇത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല, വിറക്കത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി വിറക്കത്തില്ല. നമ്മളെന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വിറക്കണേ? എന്താണ്, നമുക്ക് വിശ്വാസം മാത്രം. വിശ്വാസത്തിൽ ഈ വിറയലുണ്ട്. ഇപ്പം ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിച്ച് 60 കയറുമ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങത്തില്ലേ? ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം. പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരിശിൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കണം, ഒരു പാർക്കിൻസൺസ് ഇല്ലാതെ നിൽക്കണം. കണ്ടില്ലേ? അതാണ് സാധനം. കാരണം അവർ വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കണ വിശ്വസ്തത വെച്ചാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരം വിശ്വസ്തയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽ നട്ടലോടുകൂടി അപ്പോസ്തലികമായി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശക്തിയാൽ ഇനി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പോരാൻ നേരത്ത് ഈ പയ്യന് വന്നേച്ചും പറഞ്ഞു, അച്ഛാ എൻ്റെ കാലെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാര്യം അവൻ ഈ ബോക്സിങ് പഠിക്കാൻ പോവുകയാണ്, അവൻ്റെ ജോലി അതാ. അപ്പോൾ ഞാൻ പറഞ്ഞു കാലെങ്ങനെ ഇടറിയാൻ ചെയ്തിട്ടുണ്ട്, അത് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ മുക്കിനിട്ട് കഴിയുമ്പോൾ വീഴും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നിൻ്റെ കാല് കസര കയറ്റി വെക്കാൻ പറഞ്ഞു. മുട്ട കൈ തൊട്ട് പ്രാർത്ഥിക്കാനാണ്.
ഞാൻ പറഞ്ഞു ശരി. പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേ ഇവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് വേണ്ടേ? കാര്യം എന്താണ്? ഇവനത് വിശ്വസിക്കണ്ടേ? അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ. അവന് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞപ്പോൾ അവൻ്റെ പാപ്പ അടിക്കണം. ഇതാണ് പ്രശ്നം. തലമുറകൾ ദൈവം മഹത്വപ്പെടണം, മക്കൾ വിശ്വാസി വളരണം. മക്കൾ വല്ല പോഴത്തരവും പറഞ്ഞുകൊണ്ട് അപ്പൻ അതും കേട്ടിരിക്കുകയാണ്. കാറ്റഗറിസത്തിൻ്റെ സിലബസ് കുഴപ്പമാണെന്ന്. കാറ്റഗറിസത്തിൻ്റെ സിലബസ് കുഴപ്പമായി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തലം വേറെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക് കാറ്റഗറിസം പോലും മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോകും. കാര്യം മക്കൾക്ക് വിശ്വാസബോധ്യമില്ലെങ്കിൽ അവർ അവിശ്വാസികളെ വിവാഹം കഴിക്കും, വിശ്വാസമില്ലാത്തൊരു വിവാഹം കഴിക്കും, എതിർ വിശ്വാസികൾ വിവാഹം കഴിക്കും. അതോടുകൂടി നീ നേടി വെച്ചതൊക്കെ ആരുടേതാകും. ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ വിഷയം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നത്. അതാണ് എഫേസ്യസ് 3:20. എല്ലാ തലമുറകളിലും ദൈവം മഹത്വപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവന് മക്കളും പെരക്കിടാങ്ങളും ഒക്കെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ മക്കളാ, എൻ്റെ പേരക്കിടാങ്ങളാ, അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ ഉപകരണമാകണമേ, എന്നെ ഉപകരണമാക്കണമേ, എന്നെ ഉപകരണമാക്കണമേ. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം. കാര്യം നമ്മുടെ കാലത്തിന് ശേഷവും ഈ കുടുംബത്തിൽ ഈശോയെ തന്നെ ആരാധിക്കപ്പെടണം. നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞുങ്ങളെല്ലാം, എത്ര കുഞ്ഞുങ്ങൾ ഏതെല്ലാം തലമുറകൾ ഉണ്ടായാലും, കഴിഞ്ഞ ദിവസം ചക്യാത്തി പിതാവ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു. കാരണം അവിടെ എന്നെ പഠിപ്പിച്ച ഗുരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴ വന്നൊരു ധ്യാനം നടത്തി നോൻപിൻ്റെ അച്ഛന്മാർക്ക്. പിതാവ് പോകാൻ നേരത്ത് കൊടുത്ത സന്ദേശം പിന്നീട് ഞങ്ങളുടെ പിതാവ് അനാവറമ്പ പിതാവ് വിശദീകരിച്ച് തന്നപ്പോഴേ അവർ തമ്മിലുള്ള ഇൻബിറ്റ്വീൻ ടോക്കിൽ പറഞ്ഞു, ചക്യാത്തി പിതാവിനെ പട്ടം കൊടുത്ത പിതാവിനെ ചക്യാത്തി പിതാവിനെ അറിയാം. അങ്ങനെ പട്ടം കൊടുത്ത് അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം, അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം. അങ്ങനെ 16-ാം നൂറ്റാണ്ട് വരെ എത്തുമ്പോൾ ഒരു ഓർത്തഡോക്സ് പിതാവാണ് ചക്യാത്തി പിതാവിൻ്റെ അങ്ങേ തിരക്ക് നിൽക്കണത്. പട്ടം കൊടുത്തതിൻ്റെ കാര്യം കയ്യൊപ്പ് വഴിയാണല്ലോ ഇത് അധികാരം അഭിഷേകം കൈമാറണത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ കാലം മുഴുവനും നിൻ്റെ വിശ്വാസം പകർന്ന് പോകണം. അതിനുവേണ്ടി നീ കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എഫേസ്യൻസ് 3:20 അനുസരിച്ചുകൊണ്ട് എൻ്റെ തലമുറകളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ എൻ്റെ ഗോത്രങ്ങളെ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ മക്കളെ, ഉടമ്പടിയോട് കഴിയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് ആകുകയാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എൻ്റെ ചങ്കാണെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഈശോ നമ്മുടെ ചങ്കാകണം, അമ്മ നമ്മുടെ ചങ്കാകണം. ഇൻറ്റിമസിയുടെ അകത്ത് വലിയ കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ ആത്മബന്ധം. കാര്യം ഈശോ പറഞ്ഞ ആത്മബന്ധം ഉണ്ടായാൽ വെളിപാടുകളുണ്ടാകും. നമുക്ക് ഇപ്പം നമുക്ക് ജപ്തി നടപടിയാണെന്ന് വിചാരിച്ചോ, പക്ഷേ അതിൻ്റെ വഴി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നീ ഇപ്പം ജപ്തി നടപടിയാണ് നിനക്ക്, നീ രക്ഷപ്പെടാനുള്ള വഴി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് എന്താ പറയണത്, നീ നടക്കേണ്ട വഴി. 32:8 സങ്കീർത്തനം എപ്പോഴും പറയാറുണ്ട് ഞാൻ. ഒന്ന് പറഞ്ഞ്, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം നീ ഇസ്രയേലിലാണോ, ഇസ്രയേലിലാണോ അതുപോലെ തന്നെ മാൾട്ടയിലാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണോ പോകുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി വഴി എടുത്തത് എന്താ വെച്ചാൽ, അയാൾക്ക് ഇസ്രയേലിൽ പോകണം. മെസ്സേജ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ഇസ്രയേലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ വെച്ചാൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മെസ്സേജ് ഇല്ല, മാൾട്ടയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കരയാക്കി റബ്ബർ വിൽപ്പന റബ്ബർ കട പൂട്ടിപ്പോയി, കടം കുറേ ഉണ്ട്. പക്ഷേ എന്താ ഇസ്രയേലിൽ പോകണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇസ്രയേലിൽ പോകേണ്ടത്? മെസ്സേജ് എടുക്കുമ്പോൾ ഇസ്രയേൽ പോകണ്ടെന്ന് പറയാൻ കാരണം അയാൾ ആ മെസ്സേജ് കിട്ടണവരെ ഇസ്രയേലിൽ പ്രശ്നമൊന്നുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹമാസ് 11 പേരെ കൊന്നു. അവിടെ കഴിഞ്ഞ ആഴ്ച 11 പേരെ ഇസ്രയേൽക്കാരെ കൊന്നു. അപ്പോൾ തീർച്ചയായിട്ടും റംസാൻ കാലത്ത് യുദ്ധം ഉറപ്പാണ്. ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലാനും പറ്റത്തില്ല, കാശ് കൊടുത്താൽ പോയതാണ് തന്നെ. ഏത് കാലത്താണ് സെറ്റിൽമെൻറ്റ് വരുമെന്ന് നമുക്കറിയത്തില്ല.
അപ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ചില കാര്യം നിന്നെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ലാഗ് ചെയ്യണം. ഇപ്പോൾ യുക്രൈനിൽ പോയ പിള്ളേരെല്ലാം തിരിച്ചു വന്നില്ലേ? 20,000 പേര് തിരിച്ചു വന്നില്ലേ? യുക്രൈനിൽ യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സെക്യൂറാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി വെക്കുന്നതിൻ്റെ കാരണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വമാണ്. കാരണം നമ്മൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവിനറിയാം. കർത്താവിനറിയാവുന്ന കാരണം നീ നിൻ്റെ സെക്യൂർ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അത് നാളെ കാലങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, നിയമം ചേഞ്ച് ചെയ്യുമോ, അങ്ങനെ വല്ല അതുകൊണ്ട് നിന്നെ ബാധിക്കുമോ, നിൻ്റെ PR-നെ ബാധിക്കുമോ, അല്ലെങ്കിൽ നിൻ്റെ ജപ്തി നടപടിക്ക് എന്ത് ചെയ്യണം, ജപ്തി നടപടി നിൻ്റെ പറമ്പും വീടും കൊണ്ട് പോകുമോ ആൾക്കാരെ, അപ്പോൾ അതിനെന്താ പരിഹാരം, എല്ലാ കാര്യവും ദൈവത്തിനറിയാം. അവൻ എല്ലാം അതെ പിതാവേ അങ്ങ് എല്ലാം അറിയുന്നുവെന്ന് ഈശോ പറയും. ചോര വിയർക്കുമ്പോഴും ഈശോ പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് പറയുന്നത്? ചോര വിയർത്ത് ഗെത്സെമനിൽ ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോഴും ഈശോ ഈ ചോരയിൽ പ്രഖ്യാപിക്കുന്ന ഒരു രക്തസാക്ഷിത്വമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. പിതാവേ സമസ്തവും അങ്ങയ്ക്ക് സാധ്യമാണ്. ആദ്യം പറയണത് പിതാവേ എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു, എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു. പിതാവ് അറിയുന്ന കാരണം അത് പുത്രനും അറിയുന്നു. അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവികളെല്ലാം ദൈവം കൃത്യമായിട്ട് അറിയും. അപ്പോൾ നീ വെച്ചിരിക്കുന്ന കാര്യം യുക്രൈനിലാണ് കഴിഞ്ഞ കൊല്ലം വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചതുകൊണ്ട് അറിയാൻ പാടാത്തതുകൊണ്ടല്ലേ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നില്ലേ? അവരുടെ ഹോസ്റ്റലും മെഡിക്കൽ കോളേജൊക്കെ ബോംബിട്ട് പോയി. തിരിച്ചു വിടാൻ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അത് നീ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കർത്താവ് നിന്നെ അഫിലിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ പഴയ റെക്കോർഡ്സൊക്കെ എടുപ്പിച്ചിട്ട് നിൻ്റെ വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്യും. പക്ഷേ ഇതാണ്, ചില കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്ത മുമ്പിലുണ്ടാവും. അതുകൊണ്ട് അത് ലാഗ് ചെയ്യണ കാരണം നിങ്ങൾ അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് ഉക്രൈനിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൈയും കാലോട്ട് അടിക്കരുത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ അതായത് അതിൻ്റെ അകത്ത് ഒരു ലാഗിങ് വന്നാൽ ചിലപ്പോൾ ദൈവം തന്നെ വരുത്തിയിരിക്കുന്നതാകും. അതുകൊണ്ട് നീ തർക്കം ഉണ്ടാക്കരുത്. നീ പൊട്ടക്കടം കാണിച്ച് ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോയാൽ നിൻ്റെ എളിമയോട് നിന്നാലല്ലേ ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അഹങ്കാരികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. ഒരു കാരണത്തിനും തർക്കിക്കരുത്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്യൂ നമുക്കുണ്ടാകത്തില്ലേ ജീവിതത്തിൽ? കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാകും, നാത്തുമാർ ഇഷ്യൂ ഉണ്ടാക്കും, വീട്ടിൽ അനിയത്തിമാർ ഇഷ്യൂ ഉണ്ടാക്കും, ചേട്ടന്മാർ ഇഷ്യൂ ഉണ്ടാക്കും, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇവരെല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി അവരവരുടെ രീതിയിലേക്ക് കുടുംബത്തെ വരച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും. അതെന്നെ പിള്ളേരായാൽ തന്നെ എന്താ, ഒരാൾക്ക് ഇഡ്ഡലി വേണം, ഒരാൾക്ക് പുട്ട് വേണം, ഒരാൾക്ക് ദോശ വേണം, വീട്ടിൽ കിടന്നിട്ട് അടുക്കളയിൽ കിടന്ന് ഇടിയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുട്ട് വേണ്ട ഉടനെ പാത്രം എടുത്ത് തള്ളി വെക്കും. അപ്പോൾ 2 അടി തലക്കെട്ട് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിക്കൊള്ളത്. നിങ്ങൾ അടിക്കാത്തതാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഓരോരുത്തന്മാർക്കും ഇഷ്ടമുള്ളത് ഓരോരോ രീതി ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നടുവ് പോകുന്നല്ലാതെ യുവന്മാരൊക്കെ വലുതായിട്ട് അമ്മ എങ്ങനെ നടുവ് പോയെന്നൊന്നും ആരും തിരക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാകും. അവരവരുടെ രീതിയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടു പോകാൻ നോക്കും. പക്ഷേ അങ്ങനെയുണ്ട് ഓരോ അയൽവാസികൾ അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ അവരവരുടെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും. ചില സമയത്ത് നമുക്കതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ആ വഴിക്ക് പോകും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുടുംബത്തിലുണ്ടാകും, പുറത്തും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നിലപാടുള്ളത് കൊണ്ടാണ്, നിലപാട് കറക്റ്റല്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂസ് ഉണ്ടാകണം. ഈശോ പറയും അത് അവളോട് വഴിക്ക് വിട്ടരുന്ന് പറയും. ഇപ്പോൾ മാർത്ത ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അടുക്കള പ്രശ്നം ഉണ്ടാക്കി. അടുക്കള കലാപം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാണത്? മാർത്ത ഉണ്ടാക്കിയതാണ്. അടുക്കള കലാപം ആരുണ്ടാക്കിയതാണ്? മാർത്ത ഉണ്ടാക്കിയതാണ്. മറിയം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മാർത്ത പറഞ്ഞ്, കർത്താവ് ഇവളെന്നെ പരിചരണ വിഷയത്തിൽ തനിയെ വിട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ചിന്തയില്ലേ, അവൾ വന്ന് എന്നെ സഹായിക്കാൻ പറ. അതാ മാർത്തയുടെ അജണ്ട. അതാണ് എന്താണ്, അവൾ കൂടി ഇവിടെ വന്ന് സഹായിക്കണമെന്നുള്ള. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാരാണ്. അപ്പോൾ രീതിയിലേക്ക് നമ്മളെ വലിച്ചൊഴിച്ച് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ അവിടെ കണ്ണിലെ കരടാവും, അല്ലെ അപ്പോൾ അത് എൻ്റെ പേര് ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ അവർ ഫോൺ ചെയ്ത് ഗ്രൂപ്പാക്കും. നമ്മൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും പെട്ടയായിട്ട് നിന്നിട്ട് ഒരു കഥയുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കർത്താവിൻ്റെ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് 10:40.
ലൂക്കാ 10:40 ഇഷ്യൂസ് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അടുക്കള കലാപമാകാം, ചിലപ്പോൾ അയൽവാസി കലാപമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഇതിലായിരിക്കും കലാപം ഉണ്ടായിരിക്കണം. എവിടെ? ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും കലാപം ഉണ്ടാകണത്. ചിലപ്പോൾ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഡോക്ടർമാരെ ചില നേഴ്സുമാർ ചോപ്പിട്ട് അവരുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പണി തന്നെന്ന് വരും. ഇപ്പം പണി തരണതും പാരവെപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പണിയില്ലാത്ത, പാരവെപ്പില്ലാത്ത പാർട്ടിയില്ല, സർക്കാർ ഓഫീസില്ല, അതുപോലെ വീടുകളില്ല, ഒന്നുമില്ല. എല്ലായിടത്തും ഈ സാധനം ഉണ്ട്. അത് അവർ പറയണത് ശരിയാണെന്ന് അവർ പറയുകയും ചെയ്യും. ഇപ്പോൾ മാർത്ത പറഞ്ഞത് ശരിയാണെന്നല്ല മാർത്ത പറയണത്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഇതൊന്നും അല്ല പ്രശ്നം എന്താണ്? നിങ്ങൾ ദൈവത്തോട് ഇൻറ്റിമസി ആകുക. നീ വന്നിവിടെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നതിൻ്റെ അർത്ഥം. പലരും നമുക്ക് പണി വെച്ചാലും പാര വെച്ചാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യും? പാര വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പാരയും കൊണ്ട് നമ്മൾ ചെല്ലും. പണി വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പണിയും കൊണ്ട് ചെല്ലും. അതുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി കൊളാപ്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാലത്ത് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഷ്യൂസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ നിങ്ങളുടെ ഇൻറ്റിമസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആരവിടെ? കർത്താവുമായിട്ട് ആത്മബന്ധം. അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. അങ്ങനെ പല ആൾക്കാരും പല രീതി പ്രലോഭനവും പല രീതിയിലുള്ള പ്രതിരോധമൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകരുത്. വിട്ടുമാറാതെ നിങ്ങളാ വിശുദ്ധിയിലും ഭക്തിയിലും പ്രാർത്ഥനയിലും അതേസമയം നിലപാടിലും ദൈവത്തോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധം പുലർത്തിയാലുള്ള ഗുണം ഇൻറ്റിമസി ഉണ്ടാകും. ഇൻറ്റിമസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? നമുക്ക് വെളിപാടുകൾ കൂടും. ഇൻറ്റിമസി കൂടിക്കഴിഞ്ഞാൽ 14:21 യോഹന്നാന്റെ സുവിശേഷം. എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. പിന്നെന്ത് ചെയ്യും? ഞാനും അവനെ സ്നേഹിക്കും. പിന്നെന്ത് ചെയ്യും? എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്ന് വെച്ചാൽ ബൈ പേഴ്സൺ വെളിപ്പെടുത്തണമല്ല. എന്നെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോ അല്ലേ? ഈശോ എന്ന് പറയുന്നത് ആരാണ്? ഈശോ എല്ലാമാണ്. കൊളോസ്യസ് 3:11 എന്ന് പറഞ്ഞ യേശു എല്ലാമാണ്. അപ്പം എല്ലാവരിലുമാണ്. അപ്പം എല്ലാമായ യേശു. ഇപ്പം നിനക്ക് ജപ്തി നടപടി വന്നു. ഇതെങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുന്നതെന്ന് യേശുവിന് അറിയാം. എന്താ കാര്യം? അവനെല്ലാമാണ്. നീ അവനുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അവൻ എല്ലാമായ ഈ ജപ്തി നടപടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും. അതെന്തുകൊണ്ടാണ്? അതായത് നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും. അതാ 32:8 വരണത്. അപ്പോൾ ഈ 32:8 അനുസരിച്ച് കൊണ്ട് 14:13 സങ്കീർത്തനം 32:8 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ 14:21 അനുസരിച്ച് കൊണ്ട് ഈ എന്നെ സ്നേഹിക്കുന്നവനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. മുഖത്ത് നോക്കിയാണ് ഉപദേശിക്കുന്നത്. അയാളെ മൊബൈലിൽ വിളിച്ച് പറയുകയല്ല. മുഖത്ത് നോക്കിയാൽ വെച്ചാൽ നീയും ദൈവവും മുഖാഭിമുഖം വരും. ഇങ്ങനെ ഒരു ഇൻറ്റിമസിയിലേക്ക് ദൈവവും മുഖാഭിമുഖം വരുമ്പോഴാണ് നീ നടക്കേണ്ട വഴി നിനക്ക് പറഞ്ഞു തരണത്. കാനഡയിൽ പോകണം, ഇസ്രയേലിൽ പോകണം, എവിടെ പോകണം. ഇപ്പം നീ പറയണ എല്ലാം നാട്ടുകാർ പറഞ്ഞ വഴിയാണ് നീ നടന്നുകൊണ്ടിരിക്കണേ അല്ലേ? ആൻറ്റി പറഞ്ഞ്, നാട്ടുകാർ പറഞ്ഞ്, കൂട്ടുകാർ പറഞ്ഞാണ് നീ നടന്നുകൊണ്ടിരിക്കണത്. ഇങ്ങനെ നടക്കുകയാണ്. ഓരോരുത്തരും പറയുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്ന അവസാനം കുഴി ചാടുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയാണ് നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏത് കുഴി ചാടിയാലും ദൈവം നിന്നെ കയ്യിൽ താങ്ങി നിർത്തും. അതിൻ്റെ അകത്താണ് പറഞ്ഞത്. എന്താണ് ബൈബിളിൽ ഏറ്റവും രസകരമായ ഒരു വാക്കാണ്. എന്താണ്? ഹി ഹാസ് പ്രൊട്ടക്റ്റഡ് മീ ഫ്രം ദി പിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ. 38:7 മുത്തേടൻ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. എന്താണെന്നറിയാവോ? അവിടുന്ന് നാശക്കുഴിയിൽ നിന്ന് എന്നെ സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. ഞാൻ POC ബൈബിൾ നോക്കേണ്ടി സ്നേഹപൂർവ്വം ഇല്ല. POCയിൽ ബൈബിൾ സ്നേഹപൂർവ്വം ഇല്ല. കാര്യം സാങ്കേതികമായി പഠിച്ചിട്ട് സാങ്കേതികമായി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുത്തേടൻ അച്ഛൻ്റെ ഉൾഗാത്തയിൽ നിന്ന് വരുമ്പോൾ ഗ്രീക്ക് ബൈബിളിൽ നിന്ന് നേരിട്ട് വരുമ്പോഴാണ് ഈ സ്നേഹപൂർവ്വം പോണത്. പക്ഷേ സ്റ്റാൻഡേർഡ് വെർഷൻ, റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ RSV ബൈബിൾ, അമേരിക്കൻ ബൈബിള്, അത് ഒറിജിനൽ ബൈബിളാണ്. അതാണ് സഭയ്ക്ക് പഠിക്കാൻ നമ്മുടെ ഔദ്യോഗിക ബുക്ക് അതാണ്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ടിപ്പണിയിലുണ്ട്, വിത്ത് ലവബിൾ ഹാർട്ട്, സ്നേഹപൂർവ്വം വിട്ട് കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ രക്ഷിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ സ്നേഹപൂർവ്വമേ രക്ഷിക്കത്തുള്ളൂ.
ഇപ്പം നിൻ്റെ കൈ വാതിലിൻ്റെ ഇടയിൽ പോയി, നീ എന്തു ചെയ്യും? അമ്മ ഇങ്ങോട്ട് വന്നിട്ട് വലിച്ചൂരി ഇങ്ങോട്ട് എടുക്കുക, അപ്പോൾ കൈ അവിടെ ഇരിക്കും. നിൻ്റെ കൈ വാതിലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മ നീ കിടന്ന് കാറുമ്പോൾ അമ്മ വരും. അമ്മ വരുമ്പോൾ നീ എന്ത് അയ്യോ ഇതേറ്റ് പറ്റി പറഞ്ഞു ഉടനെ കൈ വലിച്ചൂരി എടുക്കുക? ഇല്ല, അമ്മ അത് മാക്സിമം ഡാമേജ് കുറക്കുന്ന രീതിയിൽ എടുക്കത്തുള്ളൂ. വേറെ വല്ലവരുമാണ് വരികയാണെങ്കിൽ വലിച്ചൂരി എടുക്കുമ്പോൾ ഡാമേജ് ആവും. അപ്പോൾ ദൈവം രക്ഷിക്കുന്ന രീതി ലെസ് ഡാമേജാണ്. അവിടുന്ന് നാശക്കുഴിയുന്ന നീ ഒരു നാശത്തിൽ തന്നെ വീണാൽ പോലും ദൈവം തന്നെ ഡാമേജ് കുറച്ച് കൊണ്ടുവരും. ഞാനെപ്പോഴും ആ ബാബു എന്ന് പറയുന്ന ഒരുത്തൻ മലയിൽ കയറിയില്ലേ അല്ലേ, 52 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ നേവി അല്ല ആരാണ് എയർഫോഴ്സ് വന്ന് അവനെ രക്ഷിച്ചത്. പക്ഷേ രക്ഷിക്കണ മുമ്പ് അവന് വെള്ളം കൊടുത്തായിരുന്നു. വെള്ളം കൊടുത്തു, അവൻ്റെ കാശ് കുശലപ്രസവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരവനെ പതുക്കെ എയർലിഫ്റ്റ് ചെയ്യണത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്ത വചനം ഇതാണ്. എന്താണ് അത്? സ്നേഹപൂർവ്വമാണ്. അപ്പോൾ വേറെ ഒരു ആളാണെങ്കിൽ അത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ് എങ്കിൽ അത്രയും ഒരു സേഫ്റ്റി കിട്ടത്തില്ല. ദൈവം നമുക്ക് തരുന്നത് സേഫ്റ്റിയാണ്, സംരക്ഷിക്കും നമ്മളെ. ഈ സംരക്ഷണം നഷ്ടപ്പെടുന്ന ഇൻറ്റിമസി പോകുമ്പോഴാണ് സംരക്ഷണം പോണത്. അതുകൊണ്ട് നിങ്ങൾ ഇൻറ്റിമസി സൂക്ഷിക്കാൻ നോക്കണം. ദൈവമായിട്ട് അവൻ്റെ വചനങ്ങൾ കേട്ട് വരുമ്പോൾ ദൈവത്തിന് ഞാൻ തിരഞ്ഞ 12:20 എന്താണ് ഇതാ ഞാൻ 12:18 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ഇൻറ്റിമേറ്റ്, എൻ്റെ ചങ്കെന്ന് പറയും. അതായത് അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ അത് സംരക്ഷണമുണ്ട് എൻ്റെ അകത്ത്. എപ്പോഴും വരണത് ഈ ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് സംരക്ഷണം പോണത്. ഉടമ്പടിയുടെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പത്രം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ രോഗികൾക്ക് കൊണ്ട് ഇനിയിപ്പോൾ രോഗികളെ കാണാവില്ല, ഏത് രോഗികളെ പണി ഇപ്പോൾ രോഗികൾക്കൊന്നും ഇല്ലല്ലോ. അത് ഇവിടെ രോഗികളൊക്കെ ഉണ്ട്, അവിടെ ചെന്നാൽ മതി ഗവൺമെൻറ് ആശുപത്രി. ഇതെവിടെയാണ് 10-12 കിലോമീറ്റർ വണ്ടി കയറി പോകണമല്ല, പിന്നെ തിരിച്ചു വരണം. ഇനിയിപ്പോൾ വല്ല കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കുമല്ല. ഇങ്ങനെ ഓരോ ഉടായ്പും പറഞ്ഞ് അവിടെ ഇരിക്കും. കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല. ഈസി ആയിട്ട് പത്രം കൊടുത്തേച്ചും രോഗികളെ കാണത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവമായിട്ട് ബാർഗൈൻ ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ പറയാത്ത ഒരു കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ രോഗിയാരും നിങ്ങളെന്നെ കണ്ടു, സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, വസ്ത്രം കൊടുക്കാം. അപ്പം അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കർത്താവിൻ്റെ വചനം, കർത്താവുമായിട്ട് ഇൻറ്റിമസി വരാനാണ്. ഇൻറ്റിമസി വന്നാൽ എന്ത് പറ്റും? ഇൻറ്റിമസി വരുമ്പോൾ എന്ത് പറ്റും? ഉടമ്പടി ചെല്ലണ പ്രാർത്ഥനയല്ല, നൊവേന പോലെ ചൊല്ലി ജപമാല പോലെ ചെല്ലണമല്ല, ചെയ്യാതൊരു മാർഗ്ഗമില്ല. കാര്യം മേജറായിട്ടുള്ള സബ്ജക്റ്റുകൾ ഇപ്പോൾ ഈ സുനിൽകുമാറിൻ്റെ സാക്ഷ്യത്തിൽ എന്തെല്ലാം കാര്യമാണ് നടന്നത്? വീട് വെച്ചു, ആ ഉറഞ്ഞ വീട് മാറ്റി വീട് വെച്ചു, അവൻ്റെ കടങ്ങൾ പരിഹരിച്ചു, മകന് ജോലി കിട്ടി, അയാൾക്ക് ജോലി കിട്ടി. അതൊക്കെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പനും മകനും ജോലിയായി, കടങ്ങൾ പരിഹരിച്ചു. എത്ര കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ സാന്ദ്രി ആൻഡ്രോയുടെ സാക്ഷ്യങ്ങളുടെ ഘടന പരിശോധിക്കുമ്പോൾ എന്താ, സാന്ദ്രി ആൻഡ്രോ ഉടമ്പടി എടുത്തിട്ട് ഭർത്താവിനെയും മകനെയും വേറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന്. നിങ്ങൾ ചെന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണം. ഭാര്യ പറയണതാണ്, നിങ്ങൾ ചെന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണം. എന്നിട്ട് അമ്മയോട് പറയണം, നമുക്ക് 15-ാം തീയതി ജപ്തിയാണ്, 15-ാം തീയതി മാർച്ച് 15-ാം തീയതി ജപ്തിയാണ്, അതുകൊണ്ട് ഒരു ഡേറ്റ് ഇട്ടും പോരാൻ പറഞ്ഞു. ഒരു ഡേറ്റ് ഇട്ടും പോരാൻ. എവിടെ? അമ്മയെടുത്തേ. അപ്പോൾ മകളുമുണ്ട്, അവൾ ബിഫാമ പഠിച്ചിട്ട് ദുബൈയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ പാസ്പോർട്ട് കൊണ്ട് അവളും വന്നിട്ടുണ്ട് അപ്പൻ്റെ കൂടെ. അപ്പനും മകളും കൂടി അവളെന്ത് ചെയ്യും, സിസ്റ്ററിന് കൊടുത്തിട്ട് പാസ്പോർട്ട് മാതാവിനെ സമർപ്പിച്ചും തിരിച്ച് മേടിച്ച്. അപ്പൻ ഇവിടെ നിന്ന് വെച്ചു ഒരു ഡേറ്റ് ഇട്ട് മകളുമായിട്ട് ആലോചിച്ചിട്ട്, കാര്യം ജപ്തി ചെയ്ത് പോകുന്നതല്ലേ വീട് സ്ഥലവും, അതുകൊണ്ട് ഡേറ്റ് ഇട്ട് മാർച്ച് 10 പറഞ്ഞ് ഡേറ്റ് ഇട്ട്, മാർച്ച് 10 പറഞ്ഞൊരു ഡേറ്റ് ഇട്ടവർ. അവർ ഡേറ്റ് ഇട്ട് അപ്പനും മകളും കൂടി പാസ്പോർട്ടും മാതാവിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ച് അവർ കണ്ണൂർ ചെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് മാർച്ച് 10 ഡേറ്റ് അല്ലേ? അപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല, അവരിങ്ങോട്ട് പറയണം മാർച്ച് 10 ഡേറ്റ് ഇട്ടിരിക്കണമെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇൻറ്റിമസിയുടെ പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മൾ ദൈവവും തമ്മിൽ ഉടമ്പടിയെ ശരണോടെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഒക്കട്ടെ കിട്ടിയാ ഊട്ടിയെന്നൊക്കെ പറഞ്ഞ് ചെയ്യണ അലവരാതി ആൾക്കാരുണ്ടല്ലോ, അതല്ല. ഉടമ്പടി എന്ന് പറയുമ്പോൾ സത്യസന്ധമായ കറക്റ്റ്
ഉടമ്പടി എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള സംഭവമാണത്. അത് യേശുവിൻ്റെ കാലമാണ് കുർബാനയായിട്ട് മാറുന്നത്. അത് ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയാണ് ചെയ്യണത് ഏറ്റവും വലിയ കാര്യങ്ങൾക്ക്. അത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ചേച്ചി എന്ന് പറയുന്നത് ഇവിടെ തൊന്നപ്പോൾ എനിക്ക് മാതാവെന്ന് തോണ്ടിയെന്ന് തോന്നണവരെ കാര്യത്തിൽ അവരത് കറക്റ്റായിട്ടാണ് ചെയ്യണത്. അവരെൻ്റെ പഴയ ധ്യാനം കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇവർ അപ്പനെയും മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവരടുക്കള ജോലി ചെയ്യുമ്പോൾ പഴയ ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, നിങ്ങൾ ധ്യാനം പോലും കേൾക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? ഇവിടെ ധ്യാനം കൂടിയിട്ട് അത് ഷെയർ ചെയ്യണം, നിർബന്ധമാണ്. ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അച്ഛനെ കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും, എത്ര ഷെയർ ചെയ്തത് നിങ്ങൾ, എന്നാണ് ഷെയർ ചെയ്തത്? അപ്പോൾ എനിക്ക് സംശയമുണ്ട്, കാണട്ടെന്ന് പറയും. മൊബൈൽ എന്ന് ഷെയർ ചെയ്തത് കാണട്ടെന്ന് പറയും. കാര്യം ഇവർ മൊബൈൽ അപ്പോഴാണ് പറയണത്, ഇവർ ധ്യാനം കൂടിയിട്ട് പോലും കാണത്തില്ല. ആ ഉടമ്പടി വന്ന് 10 രൂപ മേടിച്ച് പോയി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ ഒന്ന് കൈയും കാലും വിട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്ന എത്രാത്ത നടപ്പാണെന്ന്, നിങ്ങൾക്ക് തന്നാലും എന്താ, അച്ഛനെ കാണാൻ ഒരു ചീട്ട് തന്നാലും എന്താണെന്ന് പറഞ്ഞ് ഇവരവിടെ സമ്മർദ്ദം ഉണ്ടാക്കി ധ്യാനകേന്ദ്രമാകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവരുമായിട്ട് ഗുസ്തി വെക്കുക. ഇല്ല, അവർക്ക് ചീട്ട് കൊടുത്ത് വിടും. എന്നാൽ പുറകെ വന്നതും പറയും മറ്റേ സംഭവം ഫ്രോഡാണ് കേട്ടാ, അവരൊരു പണിയും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ കാര്യം ഉണ്ടായപ്പോൾ ചീട്ടും വലിച്ചുകൊണ്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് പോര്, ഇത്രയും നമ്പർ ചീട്ട് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പോര്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ്, നിങ്ങളെക്കുറിച്ച് അവർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് നടത്തി എന്തെങ്കിലും കണ്ണിപ്പൊടി ഇട്ടിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളിതിനകത്ത് ആത്മാർത്ഥത കാണിക്കണം. കാണിച്ചു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇവരെന്താ ചെയ്യണത്, ഇവരെന്താണ് ചോദിക്കണത് ഭർത്താവിനോട്, നിങ്ങൾ മാർച്ച് 10 വെച്ചിരിക്കുന്ന ഡേറ്റ്, അമ്മ എന്നോട് പറഞ്ഞെന്ന് പറയും. അമ്മ നിന്നോട് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് കഞ്ഞി അനത്തണ സമയത്ത്, കഞ്ഞി അനത്തണം എന്നല്ലേ പറയണത്, ഈ വാറ്റണ സമയത്ത് അല്ലേ, ചോറ് വാറ്റണ സമയത്ത് ഇവർ ഈ പഴയ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞെന്നാണ് അവർ പറയണത്, നിങ്ങൾക്കൊരു നമ്പറുണ്ട് 42 എന്ന്. ഉടമ്പടി ധ്യാനത്തിനിടയ്ക്ക് കൂടി അമ്മ സംസാരിക്കുകയാണ്, നിങ്ങൾക്കൊരു നമ്പറുണ്ട് 42. ഇന്റിമസിയാണ്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി അമ്മ ഉപദേശിക്കുകയാണ്, നിങ്ങൾക്കൊരു നമ്പറുണ്ട് 42. അവർ കലണ്ടറിൽ പോയി നോക്കി. അവരന്ന് ഈ സ്വരം കേട്ട സമയം മുതൽ അവർ മൊബൈൽ വെച്ചുകൊണ്ടിരിക്കണ്ടേ, മൊബൈലിൽ നിന്ന് സാധനം വരുന്നത്. അവർ ആ ഡേറ്റ് തൊട്ട് അവർ 42 ദിവസങ്ങൾ കലണ്ടർ എണ്ണി നോക്കിയപ്പോൾ 42-ാം ദിവസം മാർച്ച് 10. അതാണ് അവർ മാർക്കിയിരിക്കണം, മാർച്ച് 10. കൃപാസന മാതാവ് സമയത്തിൻ്റെ മാതാവാണ്. അതേപോലെ തക്ക സമയം അമ്മ തീരുമാനിക്കുന്നു പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതായത് അപ്പോൾ ഭർത്താവ് ഇട്ടിരിക്കുന്ന ഡേറ്റും മാർച്ച് 10. ഇവർ തമ്മിൽ അറിയാൻ പാടില്ലാതെ അവർക്ക് ഇട്ടിരിക്കുന്ന മെസ്സേജാണിത്. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത്, പിറ്റേ ദിവസം ഇവർ നടക്കേണ്ട വഴി കാണിച്ചു കൊടുത്തവർക്ക്. കാര്യം അവർക്ക് ജപ്തി നടപടിയല്ലേ. അപ്പോൾ മാർച്ച് 15-ാം തീയതിയാണ് ജപ്തി നടപടി. അപ്പോൾ മാർച്ച് 9-ാം തീയതി ആയപ്പോൾ ഇവർക്ക് ഒരു ഐഡിയ കൊടുത്തു. എന്താണ്, ഈ അവിടെ ഇരുന്ന ഉടമ്പടി തൈലം ഞങ്ങളെല്ലാം വെഞ്ചരിച്ച് തരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഇത് പായസമൊക്കെ വെഞ്ചരിച്ച് കിട്ടണ പോലെ വെഞ്ചരി. ഇതെല്ലാം ഉടമ്പടി കുർബാന ചെല്ലിയതിന് ശേഷം 12 തരം പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു, ദൈവന് മരിച്ചെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ലൂക്ക 2 റോമ 10:9 അനുസരിച്ചുകൊണ്ട് ആ ഫോർമുല അനുസരിച്ചുകൊണ്ട് ലൂക്ക 2:30 അനുസരിച്ച് രക്ഷ പ്രാപിക്കുന്ന രീതി, രക്ഷ യേശു ക്രിസ്തു ആണ്. എല്ലാ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് പല രീതിയിൽ, പല ശക്തിയിൽ, പല രൂപത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ അതേ പവറിലാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ സംഭവം തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവരങ്ങനെ എടുക്കാൻ കഴിവുള്ളവരാണ്. അവരെന്ത് ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുപോയിച്ചും ഈശോ ഇതിൻ്റെ സ്ഥലം കുറേ ആൾക്കാർ അന്ന് കണ്ടിട്ട് ആർക്കും വേണ്ട പോവുകയും അങ്ങനെ. അപ്പോൾ ഉടമ്പടി തൈലം ഒഴിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഇപ്പം ഞാൻ പറയണ കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു വെക്കണത്, അതൊക്കെ ഒന്ന് വിശ്വാസപ്രമാണം ഒന്ന് പഠിക്കും മര്യാദക്ക്. അതിനുശേഷം വിശ്വാസപ്രമാണം സ്നേഹത്തോടെ ചെല്ലാൻ വേണ്ടി പഠിക്കണം. ചുമ്മാ ചെല്ലാൻ വിശ്വാസപ്രമാണം ആർക്കും പറ്റും, പക്ഷേ ഇത് വിശ്വസിക്കണം. യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അധരം കൊണ്ട് ഏറ്റു പറയണം, ദൈവം അവനെ മരിച്ചെന്ന്, അവൻ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അവൻ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവാകുന്ന രക്ഷയെ നമ്മൾ പ്രാപിക്കുന്നത്. അത് ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തുവിന് ശക്തി ആയതുകൊണ്ട് ബോഡി പ്രാപിച്ചാൽ അത് സൗഖ്യമായി മാറും, ജീവിത മണ്ഡലങ്ങൾ പ്രാപിച്ചാൽ അത് അനുഗ്രഹമായി മാറും, അതുപോലെ തന്നെ ആത്മാവിൽ പ്രാപിച്ചാൽ കൃപയായി മാറും, അത് നിത്യമഹത്വത്തിന് കാരണമാകും. ക്രിസ്തു എല്ലാമാണ്.
അപ്പോൾ ക്രിസ്തുവിനെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് വ്യത്യസ്തമായ മീഡിയൻസിലൂടെയാണ് ഇത് പ്രാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരെ കൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി എടുക്കാത്ത സ്ഥലത്ത് ഒഴിച്ചിട്ട് അവർ പോകുന്നു. പിറ്റേ ദിവസം സ്ഥലം വിറ്റുപോയി. കാശ് കൃത്യമായിട്ട് 10-ാം തീയതി തന്നെ കൊടുത്ത് അവർക്ക് ജപ്തി നടപടി 15-ാം തീയതി, പിറ്റേ ദിവസം 10-ാം തീയതി സ്ഥലം വിറ്റുപോയി. അമ്മ പറഞ്ഞ ആ ഡേറ്റ് അമ്മ അതിലിട്ട ആ ഡേറ്റിന് സ്ഥലം വിറ്റ് പോവുകയും അവർ സ്ഥലം കാശ് കൊണ്ടേ കൊടുത്തിട്ട് ജപ്തി നടന്ന് രക്ഷപ്പെട്ട്. പക്ഷേ ആ സമയത്ത് തന്നെ മകൾ കയറിപ്പോയി, നമുക്ക് അവിടെ ജോലിയായി. ഇപ്പം ഇതെല്ലാം ഒരു അപ്പനും മകളും അമ്മയും കൂടി ചെയ്യുന്ന ഒരു എക്സിക്യൂഷനുണ്ട്, ഉടമ്പടി എക്സിക്യൂഷൻ. അതിനവർ കാണിക്കുന്ന ഉള്ളിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം. അതായത് ഉടമ്പടിയുടെ ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പങ്ങൾ അവരൊക്കെ സംഭവിക്കുന്നത്. ചെയ്യുന്ന ആൾക്കാർ ആഴമായ വിശ്വാസവും ബോധ്യവും ഉണ്ടെങ്കിലേ പിന്നെ ഉടമ്പടി ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ചില ആൾക്കാർ തെറ്റിക്കാൻ നോക്കും. അപ്പോൾ ചിലരുടെ മുമ്പിൽ വെച്ച് അവർ ഉടമ്പടി വീട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ പെയ്തും പെരുക്കൊക്കെ ഇരിക്കും. നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. വീട്ടിൽ എന്തെല്ലാം ഇതുപോലെ പിശാച് വന്ന ഭർത്താവിൻ്റെ രൂപത്തിലാണ്, ഭാര്യയുടെ രൂപത്തിലാണ്, നാത്തിൻ്റെ രൂപത്തിലാണ്, മക്കളുടെ രൂപത്തിലാണ് വന്നിട്ട് പിറുപിറുത്തോണ്ടിരിക്കും. പിറുപിറുപ്പ് തുടങ്ങുമ്പോഴത്തേന് ഓർക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ അല്ല, ഇത് മറ്റേ കക്ഷിയാണ്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും ജോലി അങ്ങോട്ട് പൂർത്തിയാക്കുക, ഭംഗിയായിട്ട് ചെയ്യുക. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനങ്ങളെല്ലാം ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയുടെ നിയോഗങ്ങളെ ഓർക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പുതുക്കാനും ഇവിടെ അവസരമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ 7:30 കുർബാന, ചില സമയത്ത് 8 മണിയാകും. പക്ഷേ അതിൻ്റെ ടൈം 7:30 മണിക്കാണ്. രാവിലെ എത്തിക്കഴിയണ 5 മണിക്ക് 5:30 എത്താൻ ആൾക്കാരുണ്ട്. 6:30 നമ്പർ കൊടുക്കും. എന്താ നമ്പർ കൊടുക്കണം? ആദ്യം വന്നവർക്ക് ആദ്യം നമ്പർ കിട്ടും. 6:30 ഞങ്ങൾ കൗണ്ടറിൽ നമ്പർ കൊടുക്കും. അല്ലെങ്കിൽ അവസാനം 10 മണിക്ക് വന്ന ആൾക്കാർ ആദ്യം കയറിപ്പോവും. ആദ്യം വന്ന ആൾക്കാർ അവിടെ നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്പർ തരാം. നമ്പർ അനുസരിച്ച് മുകളിൽ എടുക്കത്തുള്ളൂ. താഴേക്ക് വരുമ്പോഴേ നമ്പറാണ് എല്ലായിടത്തും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വരിക. ആദ്യത്തെ ഒരു ക്ലാസ് രാവിലെ അച്ഛൻ്റെ ക്ലാസ്സാണ്. അത് കുർബാന കഴിയുമ്പോൾ തന്നെ 9 മണിക്ക് ആരംഭിക്കാം. ആ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളപ്പോൾ തന്നെ ഒരു പിക്കപ്പ് ആവും ശരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഉടമ്പടി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ ക്ലാസ്സുണ്ട്. ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് സെക്കൻഡിലെ 2ാമത്തെ ഫ്ലോറിൽ കൗൺസിലിംഗ് ഉണ്ട്. അതിനുശേഷം ഫസ്റ്റ് ബാച്ച് ചെയ്യുമ്പോൾ പിന്നെ വരുന്നവർക്ക് ക്ലാസ് വൈകുന്നേരം 4 മണിയോടുകൂടി ക്ലോസ് ചെയ്യും. 4 മണി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ എടുക്കത്തില്ല. 4 മണി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ എടുക്കത്തില്ല. അതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ളവരെ ഉടമ്പടി പൂർത്തിയാക്കി പുതുക്കിയിട്ട് 5 മണിക്ക് സ്ഥാപനം ക്ലോസ് ചെയ്യും. അതാണ് ഇവിടുത്തെ ടൈം ടേബിൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ വേണം. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരൊക്കെ വൈകുന്നേരം വന്നിട്ട് ഒരു ഉടമ്പടി ഇങ്ങോട്ട് കാണണമെന്നൊക്കെ പറയും. എന്ത് പറയാറ്? അവരവർക്കുണ്ട് 2 മിനിറ്റ് കൊണ്ട് സമയം ഉടമ്പടി എടുത്ത് പോകാമെന്നില്ല. അത് നടക്കത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ബോധ്യപ്പെട്ട് ഞങ്ങൾക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ. കാര്യം ഉടമ്പടി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. എത്രയോ കാലം ഇങ്ങനൊരു ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ നിനക്ക് 4 വയസ്സ് മുതലുള്ള കർത്താവുമായിട്ടുള്ള അടുപ്പമാണ്, ബന്ധമാണ്. ഈ ദൈവം നിങ്ങളുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് നമ്മൾ അറിയും. അങ്ങനെ അറിയാൻ വേണ്ടിയും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. ബാക്കിയുള്ളത് സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, ഒരു കാര്യം. 2ാമത്തെ കാര്യം, ഉടമ്പടി പുതുക്കാനും എടുക്കാനുമുള്ള നമ്പര് ഒക്കെ വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 81 38 04 51 98. 2ാമത്തെ നമ്പർ 98 47 48 15 87. ഈ നമ്പറിൽ വിളിച്ചാൽ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. പിന്നെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ വിളിക്കേണ്ടത് ഈ നമ്പറിലല്ല, അതിന് വേറെ നമ്പറുണ്ട്. അത് ആ നമ്പർ 9447285400.
ഇതാണ് അച്ഛനെ കാണാൻ നമ്പർ. കാര്യം ഞാൻ ചിലപ്പോൾ ഒരാഴ്ച 3 ദിവസം കൂടെ ഉണ്ടാകത്തുള്ളൂ. കാരണം വേറെ സീരിയസ് ആയിട്ടുള്ള ശുശ്രൂഷകൾ വരുമ്പോഴും ഉത്തരവാദിത്തം വരുമ്പോഴും ചിലപ്പോൾ മരിപ്പ് വരെങ്ങും വരും, ചിലപ്പോൾ സഹപ്രവർത്തകരുടെ കല്യാണം വരും, ചിലപ്പോൾ അടിയന്തരം വരും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പോകും. ചിലപ്പോൾ കോടതി കേസ് വരും. സാമൂഹ്യ പ്രവർത്തനം ഉള്ളതുകൊണ്ട് കേസുണ്ട്, 3 കേസുണ്ട്. അപ്പോൾ ആ കേസ് വരുമ്പോൾ അതിന് പോകും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ പോകുന്ന കാരണം നിങ്ങളിവിടെ രോഗികളെയും കൊണ്ടുവരുമ്പോൾ അച്ഛനില്ല എന്നുണ്ടെങ്കിൽ എനിക്കും പ്രയാസമാണ്, നിങ്ങൾക്കും പ്രയാസമാണ്. അതുകൊണ്ട് അച്ഛനില്ലേ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ആദ്യം ഈ സബിത എന്ന് പറയുന്ന ആൾക്കാരുടെ തന്നെ എൻ്റെ സ്വന്തം നമ്പറാണത്. പക്ഷേ ഇരിക്കണത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറിക്കല്ല ഇരിക്കണത്. അവിടെ അവർ 9447285400 ഇതാണ് നമ്പർ. ഈ നമ്പർ വിളിച്ച് ചോദിക്കണം. കിട്ടാൻ വലിയ പാടാണ്, കാര്യം ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് എന്ത് വിളിയെന്ന് ചോദിക്കും. പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ കിട്ടും. മറ്റാളെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കണമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് വിളിക്കുക, വിളിച്ചിട്ട് കാര്യം പറയും. അപ്പോൾ കാര്യം പറയുമ്പോൾ രോഗികൾക്കാണിത് പറയണത്. പിന്നെ നീലക്കാർഡും വെള്ളക്കാർഡും ഉള്ളവരെ അച്ഛൻ കാണും. നീലക്കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി 1 കൊല്ലം പുതുക്കിയവർ. വെള്ളക്കാർഡ് എന്ന് പറയുന്നത് ഉടമ്പടി 2 കൊല്ലം പുതുക്കിയ ആൾക്കാർക്കൊക്കെ പച്ചക്കാർഡ് മാറും, വെള്ളക്കാർഡ് നീലക്കാർഡും വരും. അപ്പോൾ അവർക്ക് 90 ദിവസം കൂടുമ്പോൾ ഈ ചീട്ട് ഓഫീസിൽ കാണിച്ച അച്ഛനെ കാണാനുള്ള ഫ്രീ പാസ് തരും. പക്ഷേ ആവശ്യം ഉണ്ടാകണം, അത്യാവശ്യം ഉണ്ടാകണം. കാര്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ കേട്ടിട്ട് നിങ്ങൾ അത്യാവശ്യമാണോ, ചുമ്മാ കാണാൻ വേണ്ടിയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനേക്കാൾ ആശുപത്രി നിൽക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം കൊടുക്കത്തുള്ളൂ. പിന്നെ എമർജൻസി രോഗികൾ, സോറിയാസിസ്, അതുപോലെ തന്നെ അവർ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രോഗികൾ, നിങ്ങൾക്ക് ജോലിക്കും ചെയ്യാൻ പറ്റണില്ല, ഇരിക്കാനും പറ്റണില്ല, നടക്കാനും പറ്റില്ല, ഉറങ്ങാൻ പോലും പറ്റാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗികളൊക്കെ ഇല്ലേ? അത് ആ രോഗികളെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് അവർക്ക് തോന്നിയ ചിലത് ഉടമ്പടി തൈലം നന്നായിട്ട് ചെയ്ത് അച്ഛനെ കാണാൻ നിർബന്ധമില്ല. ഉടമ്പടി തൈലം, ഉടമ്പടി ഉടുപ്പ് അതൊക്കെ എല്ലാം കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ അത് സൗഖ്യപ്പെട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള ചില വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. കൺഫ്യൂഷൻ വന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഇപ്പോൾ അയാൾ പറഞ്ഞില്ല മാൾട്ടയിൽ ഇസ്രായേലിൽ പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞില്ല, ആ കാശ് പോയതിനെ എടുക്കും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഉടമ്പടി അവിടെ സീനിയോറിറ്റി വേണം. അതിൻ്റെ അകത്ത് ഉടമ്പടി നിങ്ങളുടെ വിഷയം സീരിയസ് ആയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഉടമ്പടിയും സീരിയസ് ആയിരിക്കണം. ഉടമ്പടിയിൽ എല്ലാ പേപ്പറും ഉണ്ടോ, എല്ലാ സമയത്തും പുതുക്കിയതാണോ, പുതുക്കാത്ത ഗ്യാപ്പുണ്ടോ? ഗ്യാപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യം വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഉഴപ്പ് ജീവിക്കുക, എന്നിട്ട് വിഷയം വരുമ്പോൾ അതും പൊക്കിക്കൊണ്ട് വന്നാലൊന്നും ചീട്ട് കിട്ടത്തില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടി എപ്പോഴും പുതുക്കി പക്കായിട്ട് നിർത്തണം. എപ്പോഴും ഉടമ്പടി പക്കാ ഉടമ്പടി ആയിരിക്കണം. അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതിൽ ചിലർക്ക് ആരംഭശൂരത്വം ആദ്യത്തെ 2 മാസം ഭയങ്കരമായിട്ട് ഇടിവെട്ട് പ്രവർത്തനമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ആപ്പാടെ പഴയനേക്കാൾ ഗതികേടായിട്ട് ജീവിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതും കൊണ്ട് വരും. ജപ്തി നടപടിയോ വല്ലവരും ഉണ്ടാകുമ്പോൾ ഇതും കൊണ്ട് വരും. ഞാൻ 2 പുതുക്കിയതാണ്, അതിനെ കൂനെന്നൊക്കെ പറയും. അപ്പോൾ പേപ്പറെല്ലാം ഞങ്ങൾക്കെല്ലാം രേഖകളാണ്. ഇവിടുന്ന് അല്പം ഒരു മൂവ്മെൻറ്റ് നടത്തി അപ്പം തന്നെ എൻ്റെ പേപ്പറോ സീലോ ഒപ്പോ എല്ലാം ഉണ്ടാവും. ഉടമ്പടി തൈലം മേടിച്ചാൽ പോലും ഒപ്പുണ്ടാവും. അന്ന് ഒപ്പിടും ആ ഡേറ്റ് ഇട്ട്. കാര്യം ഉടമ്പടി തൈലം പിന്നെ ആൾക്കാർ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വന്ന് മേടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു തുള്ളിയല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ആവശ്യമില്ലാതെ ഒത്തിരി ഉപയോഗിക്കേണ്ട കാര്യമില്ലത്. അപ്പം അതുകൊണ്ട് എല്ലാം നിങ്ങൾ പക്കായായിട്ട് പോകണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം ഉടമ്പടി ഉഴപ്പിയ ആത്മീയ കാര്യങ്ങൾക്ക് ഉടമ്പടി ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പാലിച്ചില്ല എന്നുള്ള രീതി വരുമ്പോൾ മെസ്സേജിന് ഇൻറ്റിമസി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബന്ധം പോയാൽ മെസ്സേജ് ഫ്ലോപ്പാകും. കാര്യം ഒരു മെസ്സേജ് എടുക്കണമെങ്കിൽ 15 മിനിറ്റ് വേണം. ഒരു ദിവസം തന്നെ ഉടമ്പടി 250 പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ 15 മിനിറ്റ് കൊടുക്കണത്? അപ്പോൾ അയാൾ അത്രയും കണ്ട് അഡമൻ്റായിട്ട് ഉടമ്പടി എന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ 15 മിനിറ്റ് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ് മാത്രം മതി പ്രെയർ ചെയ്യാൻ. പക്ഷേ ഉടമ്പടി ആ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ പോലും ഉടമ്പടി കറക്റ്റായിരിക്കണം. അല്ലാതെ ആൾക്കാരൊന്നും ഞാൻ ബ്ലെസ് ചെയ്യത്തില്ല. കാര്യം ഇത് അടിമപ്പാടല്ല, കാണുന്നവർക്കെല്ലാം ബ്ലെസ് ചെയ്യണം അടിമപ്പാടല്ല. ഇത് ഉടമ്പടി അനുസരിച്ച് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അപ്പോൾ ഇത് സംസാരിക്കണമെങ്കിൽ പോലും ഉടമ്പടി അനുസരിച്ച് സംസാരിക്കത്തുള്ളൂ. ഞങ്ങൾ ചോദിക്കണ ഇതാണ്, ഉടമ്പടി എടുത്തതാണ്. 2ാമത്തെ ചോദ്യം ഉടമ്പടി പുതുക്കിയാണ്. 3ാമത്തെ ചോദ്യം സാക്ഷ്യം പറഞ്ഞതാണ്. ചില ആൾക്കാർ ഉടമ്പടി നീലയായിരിക്കും, പക്ഷേ സാക്ഷ്യം പറഞ്ഞ് കാണാൻ പറ്റത്തില്ല. കാരണം സാക്ഷ്യം ഉണ്ടാകാതിരിക്കേണ്ട കാര്യമില്ല. സാക്ഷ്യം ഉണ്ടാകാതിരിക്കുന്ന കാര്യം അവിടെ ഉഴപ്പിട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. കാര്യം ഉടമ്പടി ചുമ്മാ എടുത്താൽ സെക്കൻഡുകൾക്കുള്ളിലല്ലേ ആൾക്കാർക്ക് അനുഭവം കിട്ടണത്. അപ്പോൾ ഇവർക്ക് മാത്രം എന്താ? അപ്പോൾ ഇവർ പത്രം മേടിച്ച് ഇവിടെ വന്ന് ഒരു പരിധി വരെ വന്ന് അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നല്ലാതെ ഇവർ സാക്ഷ്യവും ചെയ്തിട്ടില്ല. അവർക്ക് സാക്ഷി ഇല്ല.
അപ്പോൾ സാക്ഷ്യം പ്രധാനപ്പെട്ട വിഷയമാണ്. സാക്ഷ്യത്തിന് വേണ്ടി ഒരു കൗണ്ടറുണ്ട്, അവിടെ ആളുണ്ടാകും. നിങ്ങൾ സാക്ഷ്യം എഴുതി കാണിക്കണം. എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയിപ്പിക്കാൻ ചിലപ്പോൾ അനുവദിക്കത്തില്ല, പക്ഷേ ഒപ്പിട്ട് തരും. അത് നിങ്ങളുടെ പൗച്ചിൽ വെക്കണം. ഒപ്പിട്ട് തരണമെങ്കിൽ പറയിപ്പിക്കുന്ന സാക്ഷ്യമാണെങ്കിൽ പറയിപ്പിക്കും. കാര്യം ഒരു എ ഗ്രേഡ് കിട്ടാതെ പറയിപ്പിക്കത്തില്ല. ഉടമ്പടി കണ്ടൻ്റ് കൊണ്ടാണ് ആ സാക്ഷ്യത്തിൽ. വല്ലതും വന്നതൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല. അങ്ങനെ എന്തും പറയണ ഒരു സാക്ഷ്യമുള്ള സ്ഥലമല്ല. വളരെ ചുരുക്കം സാക്ഷ്യമേ പറയിപ്പിക്കത്തുള്ളൂ. അതായത് എ ഗ്രേഡ് A1 ഗ്രേഡ് ഉണ്ടാകണം. കാര്യം കണ്ടൻറ്റ് ഉണ്ട്, സമയബന്ധിതമായിരിക്കണം. പിന്നെ മേജർ സബ്ജക്റ്റ് ഹെവി ഡ്യൂട്ടി ആയിരിക്കണം. ദൈവ ഇടപെടലുണ്ടാകണം. അതൊക്കെയാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫീച്ചർ അതാണ്. അല്ലാതെ നമ്മൾ സാധാരണ പനി മാറി അതങ്ങനെ കോവിഡ് മാറി എന്നൊക്കെ പറഞ്ഞു വന്നാലൊന്നും അതെടുക്കത്തില്ല. അപ്പം അത് തന്നെയല്ല, മരുന്ന് കൊണ്ട് ചെയ്ത കാര്യം, മരുന്നിൻ്റെ അംശം ഉണ്ടെങ്കിൽ എടുക്കത്തില്ല. കാര്യം അത് മരുന്ന് കൊണ്ടാണല്ലോ. നിങ്ങൾ ആശുപത്രി കിടന്നതാണെന്ന് പറഞ്ഞാൽ പോലും അത് യൂട്യൂബിൽ കയറത്തില്ല. എന്താ കാര്യം? ആശുപത്രിയുടെ ഡോക്ടറിൻ്റെ കത്തോലിക്ക സഭയുടെ ഒരു പഠനമെന്ന് പറയുന്നത്, ഡോക്ടർ നമ്മളെ ഹീൽ ചെയ്താൽ പോലും ദൈവം ഹീൽ ചെയ്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ്? ദൈവം ഡോക്ടറിനെ നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി ദൈവം അങ്ങനെ അറിവ് കൊടുത്തിട്ട് അങ്ങനെ അത് ഉപയോഗിക്കുന്നു. അതാണ് സംഭവം. അപ്പം അതുകൊണ്ട് ആശുപത്രിയിൽ ഹീൽ ചെയ്തത് ആശുപത്രിയാണ് ഹീൽ ചെയ്തിരിക്കുന്നത്. അതിനവിടെ യേശുവിന് പങ്കുണ്ട്. പക്ഷെ അത് ഉടമ്പടിയുടെ മാത്രമല്ലത്. അതുകൊണ്ട് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സാക്ഷ്യമായിട്ട് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ വീട് കിട്ടി, അല്ലെങ്കിൽ വിവാഹം നടന്നു എന്നൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ അവിടെ പറയാം. അത് എഴുതി കൊടുത്താൽ ഒപ്പിട്ട് തരും. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞതിന് തുല്യമാണ്. പറഞ്ഞില്ലെങ്കിലും കാര്യം പറയാഞ്ഞതിൻ്റെ കാരണം എന്താണ്? അത് എ ഗ്രേഡ് അല്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പറയാൻ പറ്റുന്ന അത്രയും ഗ്രേഡില്ലെന്ന് മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അത് പക്ഷേ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് ഒപ്പിട്ട് ഇവിടുന്ന് ഒപ്പിട്ട് തരും. അലക്സാണ്ടർ അച്ഛനോ എഡ്വേർഡോ ആരാണെന്ന് വെച്ചാൽ സാക്ഷ്യം കൈകാര്യം ചെയ്യാൻ ജോമോൾ അവർ ഒപ്പിട്ട് തരും. അതിൻ്റെ അകത്ത് അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ 3 പേരുടെ ആണ് അച്ഛൻ അംഗീകരിക്കുന്നത്. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ പോലെ കണക്കാക്കി കഴിഞ്ഞാൽ ഓഫീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്പർ തരും, കാണാനുള്ള നമ്പർ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ സമയം ഉണ്ടാകരുത്. അതാണ് അച്ഛൻ ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ജെട്ടി നടപടിയൊക്കെ സമയമില്ലല്ലോ. പ്രഗ്നൻ്റാണ്, പക്ഷേ കൊച്ചിന് ഓട്ടിസമാണ്, അത് ഡൗൺ സിൻഡ്രോമാണെന്ന് ഡോക്ടർ പറഞ്ഞു, എടുത്തു കളയാൻ പറഞ്ഞു. മുമ്പിൽ സമയമില്ല. അപ്പോൾ അതെല്ലാം ഡോക്ടർ അപ്പം തന്നെ കാണും, അന്ന് തന്നെ കാണും. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ കാണും. രാവിലെ 12:30ക്കാണ് കാണുന്നത്. ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങുന്ന 12:30 മണിക്കാണ് പുറത്ത് ഫ്രീ ആകണത്. അപ്പോൾ അവിടെ വെച്ച് 12 തൊട്ട് അച്ഛൻ ആൾക്കാരെ കാണും. ചിലപ്പോൾ 2 മണി വരെ കാണും. പിന്നീട് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത ആൾക്കാർ ഫ്രീ ആയി പുറത്ത് വരുന്നത് 3 മണിക്കാണ്. അപ്പോൾ 3:30 തൊട്ട് ഞാൻ ആൾക്കാരെ കാണാം. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് നിങ്ങളുടെ ഉടമ്പടി പേപ്പർ, നിങ്ങൾ ഉടമ്പടി വളരെ സൂക്ഷിച്ച് വെക്കണേ. കാര്യം ഇത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു നിധിയാണ്. ഈ ഉടമ്പടിയും ഉടമ്പടിയോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ദൈവമായിട്ട് എന്തുമാത്രം അടുത്ത് വരാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. നിങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അച്ഛൻ പറയുന്നു. പിന്നെ ഇവിടെ അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് അകലെ നിന്ന് വരുന്ന ആൾക്കാരെ ഉദ്ദേശിക്കുന്നതാണ്. അവരിവിടെ വന്ന്, ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് താമസിക്കുകയാണ്, 2000-3000 രൂപ മുടക്കി താമസിക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് സൗജന്യമായിട്ടൊരു മുറി തരാൻ പറ്റുന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെച്ചാൽ ഒരു കൊല്ലം 4 ദിവസം, അങ്ങനെ 5 ദിവസം സൗജന്യമായിട്ടൊരു മുറി തരും. 5 വർഷം, ഒരു വർഷം 4 ദിവസം ഫ്രീ ആയിട്ട്, അങ്ങനെ 5 വർഷം ഫ്രീ ആയിട്ട് മുറി തരും. അതിനാണ് അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി. അതൊരു പദ്ധതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മുറി പണിയണേന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു ഓഹരി ചോദിക്കും. അപ്പോൾ അത് കൊടുത്താൽ ചിലപ്പോൾ മുറി പണിയണമെങ്കിൽ ചിലപ്പോൾ 4 ലക്ഷം രൂപയോ 3.5 ലക്ഷം രൂപയോ ഹൈ ക്ലാസ് മുറിയാണ് ചെയ്യേണ്ടത്. നമ്മൾ വലിയ ഒരു ഗാർഡനാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമെടുക്കും. ഈ വർഷം ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ പണി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മുറി വേണ്ടവർ തീർച്ചയായിട്ടും അതിന് പ്രത്യേക നമ്പറുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മുറി ഫ്രീ ആയിട്ട് വേണ്ടവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതായത് 94 47 69 68 15. ഇതാണ് ആ നമ്പർ. 9447 69 6815. ഈ നമ്പർ വിളിച്ചാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു മുറി കിട്ടാനും ഇവിടെ രാത്രി താമസിച്ചിട്ട് സമാധാനമായിട്ട് വരാനും അവിടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കൃപാസനം തന്നെയാണല്ലോ അത്. തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പിൽഗ്രിം കൃപാസനമാണത്. ആ മുറി മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട പേരിലാണ് നമ്മളത് അവിടെ ചെയ്യണത്. കൃപാസനം യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യണമേ. ഇന്ന് തന്നെ യൂട്യൂബിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം ഞങ്ങൾ ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് ഒറ്റ പൈസയും മേടിക്കണില്ല. ഇത് കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഫേസ്ബുക്കും അതുപോലെ തന്നെ FRVP ജോസഫ് കൃപാസന ഫേസ്ബുക്ക്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. കർത്താവായ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. കർത്താവായ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ, ഉടമ്പടി തവണകളായി പുതുക്കി നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പാർട്ടിയ നിയോഗങ്ങൾ എല്ലാ ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ഇപ്പോൾ കർത്താവ് നിങ്ങളെ തൊടുന്ന നിമിഷങ്ങളാണ്. അനേകായിരം പേര് ബഹുമാനോട് ജോസഫച്ചന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഈശോ തൊടുകയാണ്. തീരാവ്യാധിയിൽ കഴിയുന്ന രോഗദുരിതങ്ങളിൽ കഴിയുന്നവരെ, ആശുപത്രിയിൽ കഴിയുന്നവരെ, കർത്താവേ വിവാഹപ്രായമായ മക്കളെ എല്ലാം ഈശോ തൊടുന്ന വലിയ നിമിഷമാണ്. ജീവിത പ്രതിസന്ധികളിലും തെറ്റായ കൂട്ടുകെട്ടുകളിലും പ്രബന്ധങ്ങളിലും കഴിയുന്നവരെ ഈശോ തൊടുകയാണ്. നൈപുണ്യം പരീക്ഷകളിൽ ഈശോ തൊടുകയാണ്. പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന്റെ മേൽ, തിരുസഭയുടെ മേൽ ദിവികാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ